ഗുഡ് ഈവനിങ്. മാറ്റിനിക്ക് പിന്നാലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് ഈ കാലത്തിന് അനുയോജ്യമായിട്ടുള്ള ഒരു വിഷയമാണ് വിജയരാമൻ സാർ നമുക്ക് വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്നത്. വൈവാഹിക പ്രശ്നങ്ങളും അതിന് മാധ്യസ്ഥം വഹിക്കേണ്ട വ്യക്തികളെക്കുറിച്ചും അതിന്റെ രീതികളെക്കുറിച്ചും അങ്ങനെ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും ഒക്കെ തീർച്ചയായിട്ടും സാറ് ചർച്ച ചെയ്യുമെന്നും വിചാരിക്കാം. അതിനുശേഷം തീർച്ചയായിട്ടും അതിന്റെ ആ കണ്ടന്റിനെ കുറിച്ച് വളരെ ഗഹനമായ ഒരു ചർച്ചയ്ക്കുള്ള വേദിയുമാകും എന്ന് വിചാരിക്കാം. കാരണം ഈ വിഷയങ്ങളെല്ലാം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വളരെ കൂടുതലാണ്. ഇതിനെങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ള ആ ഒരു രീതിക്ക് പകരം പലപ്പോഴും അത് പെട്ടെന്ന് ബ്രേക്കപ്പ് ആകാനുള്ള സാധ്യതകളാണ് അധികം പേരും സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ അത്യാവശ്യം മനസ്സിലാക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. അപ്പൊ ആ വിഷയം തെരഞ്ഞെടുത്തതിന് വിജയരാമൻ സാറിന് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിങ്ങളുടെ പെർമിഷനോടുകൂടി വിജയരാമൻ സാറിനെ ഞാൻ ഇതിലേക്ക് ക്ഷണിക്കുകയാണ്. വിജയരാമൻ സാർ, യു ആർ വെൽക്കം. താങ്ക് യു സർ. കുറച്ച് ദിവസങ്ങൾക്ക് അല്ലെങ്കിൽ ശേഷമാണ് ഞാൻ വീണ്ടും നിങ്ങളൊക്കെ അഭിമുഖീകരിക്കുന്നത്. അപ്പൊ എന്നെ കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? കാണുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ, കാണാൻ കേൾക്കുകയും ചെയ്യും. ഓക്കെ, അപ്പൊ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തോട്ടെ. ഇപ്പൊ ഏതാ സ്ക്രീൻ വന്നത്? ഇതല്ലേ? ലാപ്ടോപ്പ് വന്നിട്ടുണ്ടല്ലേ? ഓക്കെ. ഇപ്പൊ എന്റെ സ്ക്രീൻ വന്നിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ ഞാനത് ഫുൾ സ്ക്രീനിലേക്ക് മാറ്റുന്നു. ഓക്കെ സർ. ക്ലിയർ ആണല്ലോ അല്ലെ? ക്ലിയർ ആണ്. ഓക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം, വൈവാഹിക പ്രശ്നങ്ങളും മാധ്യസ്ഥവും, മെട്രിമോണിയൽ കോൺഫ്ലിക്ട്സ് ആൻഡ് മീഡിയേഷൻ. ഇത് ഇക്കാലത്ത് സാബു സാർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നം. നമ്മുടെ ഇപ്പോഴത്തെ പുതിയ തലമുറ വിവാഹം കഴിക്കുന്നു, പല ഇടത്തും പെട്ടെന്ന് തന്നെ ഡിവോഴ്സുകളിലേക്ക് പോവുകയൊക്കെ ചെയ്യുന്നു. അതുപോലെ തന്നെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വൈവാഹിക പ്രശ്നം കുടുംബത്തിനെ വളരെ തീക്ഷ്ണമായിട്ട് ബാധിക്കുന്നതാണ്. വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും കുടുംബത്തിന്. പക്ഷേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമെന്നത് മാത്രമല്ല, അത് സോൾവ് ചെയ്യാൻ ഉള്ള ബുദ്ധിമുട്ടുകൾ അത് അതിലേറെ. നമുക്കെല്ലാം അറിയാം, നമ്മൾ വിവാഹിതരാണ് ഭൂരിപക്ഷം പേരും എന്നെ കേൾക്കുന്നവര്. അതുപോലെ വൈവാഹിക പ്രശ്നങ്ങൾ നമ്മുടെ ഉറ്റവരുടെ അല്ലെങ്കിൽ വിവാഹത്തെ നമ്മൾ വളരെ നന്നായി നോക്കി കാണുന്നവരാണ്. അത് വളരെ നന്നായി മുന്നോട്ട് പോകണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണ് നമ്മള്. അപ്പോ നമുക്ക് വളരെയധികം താല്പര്യം ഉണ്ടാക്കുന്ന ഒരു വിഷയമാണത്. പക്ഷെ അതിൽ ഇടപെടലിന്റെ സാമർത്ഥ്യം എത്രത്തോളം നമ്മെ അതിൽ വിജയിപ്പിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കേണ്ട വിഷയം. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ ഒരു പ്രശ്നം വളരെ 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 ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണ്. അപ്പൊ നമുക്ക് നോക്കാം ശാസ്ത്രീയമായിട്ട് ഇതിനെ എങ്ങനെയൊക്കെ കാണാൻ പറ്റും. അപ്പൊ ഞാൻ പറയുന്നത് ഒരു മുന്നോട്ട് വെക്കുകയാണ് ചില ശാസ്ത്രീയ വശങ്ങള്. അപ്പൊ അതില് എതിരഭിപ്രായങ്ങൾ ഉണ്ടാവും, എന്നെക്കാളും അറിയുന്ന ആൾക്കാരുണ്ടാവും. അപ്പോ ഞാൻ വ്യക്തമായിട്ടും വിശ്വസിക്കുന്നത് ഈ വിഷയത്തില് എന്നെക്കാളിലും കൂടുതൽ അറിവുള്ളവരാണ് എന്നെ കേൾക്കുന്നത്. അപ്പൊ ഏത് നിമിഷം എന്നെ എന്ത് ചെയ്യാം, ഇന്ററപ്റ്റ് ചെയ്യാം, മുന്നോട്ട് പോകാം. ഇപ്പോ എന്നെ കേൾക്കുന്ന രീതി തുടങ്ങുന്നതിന്റെ മുന്നേ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടോ ഇതിനെ കുറിച്ച്? ഉല്ലാനൻ സാർ, ഈ വൈവാഹിക പ്രശ്നത്തിന്റെ മീഡിയേഷനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? ഒരു കൗൺസിലർ എന്നുള്ള നിലയ്ക്ക് മറ്റു തർക്കങ്ങളെ പരിഹരിക്കുന്നതില് ഇന്ന് വ്യത്യസ്തമായിട്ട്
ഞാൻ പറഞ്ഞോട്ടെ സർ? പറഞ്ഞോളൂ പറഞ്ഞോളൂ ഹലോ, പറഞ്ഞോളൂ സാർ, കേൾക്കാം കേൾക്കുന്നു? കേൾക്കാം. കേൾക്കുന്നു. ഓക്കെ. ആ. സർ, ഇതിന്റെ തലക്കെട്ട് കണ്ടപ്പോൾ തന്നെ ഈ ക്ലാസ് വിടാൻ പറ്റില്ല എന്ന് തീരുമാനിച്ച വ്യക്തിയാണ് ഞാൻ. ഓക്കെ സാർ, നന്ദി. വിവാഹം കഴിഞ്ഞിട്ട് എന്റെ ജീവിതാനുഭവങ്ങളൊക്കെ എന്റെ മുൻപിലുണ്ട്. ഉം. പക്ഷെ ഏറ്റവും അടുത്ത് എന്റെ മുൻപിൽ നിൽക്കുന്ന 2 പേരുണ്ട്. ഉം. ഒരു ഭയങ്കര സ്നേഹമുള്ളവരാ. അതെ. പക്ഷെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ, ഞാൻ നിങ്ങളെ വിവാഹത്തിൽ നിന്ന് മോചിക്കാൻ പോവുകയാണ്, ഞാൻ നാളെ വക്കീലിനെ കാണാൻ പോകും. അന്ന് അതെ. രാത്രി കഴിഞ്ഞ് നേരം നിൽക്കുമ്പോ ഞാൻ ഇന്ന് പോണില്ല കേട്ടോ, ഇനി നിങ്ങൾ അങ്ങനെ പെരുമാറിയ. അപ്പൊ ഇതിനിടയിൽ ഒരു മാധ്യസ്ഥൻ എന്ന നിലയ്ക്ക് പലപ്പോഴും എന്നെയാണ് കൊണ്ട് ചാടിക്കുക. അതെ. അതെ. അവസാനം ഞാൻ പറഞ്ഞു, ഇനി ഇങ്ങനെ ഒരു ഡയലോഗ് മാഡത്തിന്റെ വായിൽ നിന്ന് വന്നാല് ഇങ്ങോട്ടല്ല കയറേണ്ടത്, നേരെ അഡ്വക്കേറ്റിനെ കാണുക. അതിനുശേഷം ആ പ്രോബ്ലം അങ്ങ് നിന്നു. അപ്പൊ നേരത്തെ തന്നെ സംഭവിക്കാൻ പോകുന്ന നേരത്തെ തന്നെ ലിറ്റിഗേഷനിൽ പോവുകയാണ്. അയ്യോ. കാര്യം കൃത്യമായിട്ട് 2 ചോദ്യം ഞാൻ ചോദിച്ചുള്ളൂ. ഒന്ന്, നിങ്ങൾ എന്തിനാണ് കല്യാണം കഴിച്ചത്? 2, പിരിയാനാണെങ്കിൽ വൈകരുത്, ഉടനെ പോണം. ഈ 2 കഴിഞ്ഞപ്പോ ആ ചർച്ച, അവരുടെ ചർച്ച അവിടെ നിന്നു. ഇന്ന് അവർ സുഖമായിട്ട് പോകുന്നു. ശരി, അവസാനം നമുക്ക് ഈ കാര്യത്തിനെ കുറിച്ച് ശാസ്ത്രീയമായിട്ട് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ നോക്കാം. നമ്മൾ ഇതിലിടമ്പോൾ ഇപ്പൊ നമ്മുടെ സ്വന്തം മക്കളുടെ വിവാഹമാകാം, സ്വന്തം അടുത്തടുത്ത ആൾക്കാരുടെ വിവാഹമാകാം, എന്തെങ്കിലും കാര്യമായിട്ട് നമുക്ക് അതിൽ ഇടപെടാൻ കഴിയാൻ എന്റെ ക്ലാസ് സഹായിച്ചെങ്കിൽ ഞാൻ കൃതജ്ഞനാകും. അപ്പൊ ഈ വൈവാഹിക പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ മറ്റു തർക്കങ്ങളിൽ നിന്ന് വളരെയധികം വ്യത്യാസമുണ്ട്. എല്ലാവർക്കും അറിയാം. ഈ നമ്മളെല്ലാം വിവാഹിതരാണല്ലോ അല്ലെ? ഇതിന്റെ അകത്ത് ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ കലഹിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു പരിധിയില്ല. വൈകാരിക തലം അങ്ങ് ഉയർന്നങ്ങ് പോകും. എങ്ങനെയൊക്കെ അതാണ് ഏറ്റവും വിഷമിക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മളെ മനുഷ്യരെ കൊണ്ടുവന്ന് എത്തിക്കുന്നത്. അതിൽ ഉൾപ്പെടുന്ന ആ തർക്കത്തിൽ, ആ കോൺഫ്ലിക്റ്റില് ഉള്ള വ്യക്തികൾ നമുക്കറിയാം, അനുഭവസ്ഥരാണ് എല്ലാവരും. ഭാര്യയുമായിട്ട് തർക്കം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഭർത്താവിനായിട്ട് ഭാര്യയ്ക്ക് തർക്കം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ല കോൺഫ്ലിക്റ്റ് ഉണ്ടായി. കോൺഫ്ലിക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, അഭിപ്രായ വ്യത്യാസത്തിൽ നിന്ന് തുടങ്ങുന്ന ഒരു കാര്യം അതൊരു വഴക്ക്, അടിപടി, ആ രീതിയിലേക്ക് ഒരു പ്രശ്നമാകുന്ന അവസ്ഥയിലെത്തുന്നതിന് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നതല്ലോ. അത് വ്യത്യസ്ത രീതി ഉണ്ടാവാം. പക്ഷെ ഈ കോൺഫ്ലിക്റ്റിന് അതിന്റെ ആ എന്താണിത് ഉണ്ടാക്കുന്നത്? അല്ലെങ്കിൽ സെന്റിമെന്റലാണ് പരിപൂർണമായിട്ട് എൻ്റെ അകത്ത്. വൈകാരികത വളരെ വളരെ അധികമാണ്. ഇത് അതിന്റെ സങ്കീർണമാണത്. അതുകൊണ്ട് തന്നെ ഇത് സങ്കീർണമാണ്. അതാണ് മനസ്സിലാക്കാൻ. എല്ലാ കോൺഫ്ലിക്റ്റിന്റെയും ഇടയ്ക്ക് ഇടപെടുന്നത് പോലെ ഇതിൽ ഇടപെടാൻ മെനക്കെടരുത് എന്നാണ് ഈ ആദ്യത്തെ സ്ലൈഡ് കൊണ്ട് ഞാൻ പറയുന്നത്. യുക്തിപരമായ ചിന്ത അങ്ങ് മാറ്റി വെച്ചേക്കാം. ഈ തർക്കം അയുക്തിപരമാണ്. നേരത്തെ ഉലന സാർ യുക്തിപരമായിട്ട് കാര്യങ്ങളാണ് പറഞ്ഞ. നിങ്ങൾ എന്തിനാണ് വിവാഹം കഴിച്ചത് എന്ന ചോദ്യം അപ്രസക്തമാണെന്നാണ് ഞാൻ പറയാനുള്ളത്. ഇവർക്ക് യുക്തികൾ ഉണ്ടാവില്ല. വൈവാഹിക പ്രശ്നത്തിൽ യുക്തിയില്ല, വൈകാരികമാണത്. അതാണ് ആദ്യമായിട്ട് മനസ്സിലാക്കുന്നത്. പിന്നെ ഇപ്പോ അച്ഛൻ പറയും, അവരുടെ സംഭവം, അമ്മൻ പറയും അല്ലെ, മാതാപിതാക്കൾ പറയും, അവരുടെ രണ്ടുപേരുടെയും സന്തോഷമാണ് എനിക്ക് പ്രധാനം. എന്താണ് ഈ പറഞ്ഞതിന്റെ അടിസ്ഥാനം? വെറും സെന്റിമെന്റലാണ്. എന്റെ മോന്റെ സന്തോഷം, എന്റെ മോളുടെ സന്തോഷം എനിക്ക് വളരെ പ്രധാനപ്പെട്ട, ഞാൻ സെന്റിമെന്റൽ ആവാണ് അവന്റെ അടുത്ത്. അങ്ങനെയുള്ള ചിന്ത അല്ലല്ലോ ഇവിടെ വേണം. പക്ഷെ അങ്ങനെയാണ് ചിന്ത എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് മനസ്സിലാക്കിയിട്ട് വേണം മുന്നോട്ട് പോകാൻ പറ്റും. ഇതായിട്ട് പലപ്പോഴും ഈ കോൺഫ്ലിക്റ്റിൽ എത്തിക്കഴിഞ്ഞാൽ തർക്കം പരിഹരിക്കാനല്ല അതിലേർപ്പെട്ടവരുടെ ചിന്തകൾ. ഒരാള് മറ്റൊരാളായിട്ട് പ്രതികാരം തീർക്കലാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുക. അപ്പോ ഒരു ഉല്ലാൻ സാറിനോട് തന്നെ ഒരു ചോദ്യം കൂടി ചോദിച്ചോട്ടെ. ഈ വിവാഹ കൗൺസിലർമാര്, മെട്രിമോണിയൽ കൗൺസിലേഴ്സ്, ചില ആൾക്കാർ നമ്മുടെ സമൂഹത്തിലൊക്കെ ഉണ്ട്, ഇടപെടാൻ പറ്റുന്ന ആൾക്കാർ. ഇത് ജന്മനയായിട്ടാണോ അതോ നമുക്കത് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുമോ? നമ്മുടെ കഴിവുകൾ നമുക്ക് ബലപ്പെടുത്താൻ പറ്റുമോ?
സർ, നമ്മള് കുറച്ച് ബോധ്യങ്ങൾ അവർക്ക് ഉണ്ടാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് ആദ്യം. ആ, കാരണം സ്ത്രീയും പുരുഷനും വ്യത്യസ്തരാണ്. ദേ ആർ യുണീക്ക്. അത് അവർ അതെ. പരസ്പരം അംഗീകരിച്ചാൽ തന്നെ ഈ വഴക്കുകളുടെ 90% പോകും. ഓ, രണ്ടാമത്തെ കാര്യം, ഞാൻ പിടിച്ച മുയലിന് 2 കൊമ്പ് എന്ന് അരക്കിട്ട് ഉറപ്പിച്ച് വന്നു പോയാല് അത് ഹൈ കോൺഫ്ലിക്റ്റിലേക്ക് തന്നെ പോകും. യഥാർത്ഥത്തിൽ മുയലിന് കൊമ്പില്ല എന്ന് ആലോചിക്കാനുള്ള അവസ്ഥയില്ലാത്തതാണ്. അല്ല സാർ, അത് ഇതിന്റെ കാര്യം, തർക്കത്തിന്റെ കാര്യം ഞാൻ ചോദിക്കാൻ, കൗൺസിലർമാർ, വിവാഹ കൗൺസിലർമാർ വേണമല്ലോ, അവരാണല്ലോ ഈ തർക്കം തീർക്കേണ്ടത്. അവർക്ക് പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് അതിന് കഴിവുള്ള ആൾക്കാരുണ്ടോ നമ്മുടെ ലോകത്തില്? അതോ അത് ഡെവലപ്പ് ചെയ്യേണ്ട കാര്യമുണ്ടോ? എല്ലാ കൗൺസിലർമാർക്കും വിവാഹ കൗൺസിലർ ആവാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. അല്ല, കൗൺസിലേഴ്സ് കറക്റ്റായിട്ട് പറഞ്ഞാൽ കൊടുക്കുന്നത് ചില നിർദ്ദേശങ്ങളാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ വിജയത്തിന് ഇതൊക്കെ ഒന്ന് അനുവർത്തിച്ചാൽ നിങ്ങൾക്ക് സന്തോഷകരമായിട്ട് കുടുംബജീവിതം നയിക്കാമെന്ന് അക്കമിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ഇത് ചോദിക്കാൻ കാരണം എന്താ വെച്ചാൽ, നമ്മുടെ വീട്ടിൽ ഒരു അങ്ങനെ വൈവാഹിക പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ഏത് തരത്തിലുള്ള കൗൺസിലർമാരെ സമീപിക്കണം, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള മാധ്യസ്ഥന്മാരെ, സാധാരണ നമ്മളുടെ ഇടയ്ക്കുള്ള ആൾക്കാരെ അതിൽ ഇടപെടിക്കണം, എന്താ വേണ്ടത്? ഇതാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മൾ പലപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ തന്നെയാണ് ഇതിൽ ഇടപെടാറ്. കുടുംബത്തിന്റെ അകത്തുള്ള പുറമേക്ക് അറിയിക്കില്ല നമ്മൾ ഒരു തർക്കം, വൈവാഹിക, പ്രത്യേകിച്ച് വിവാഹം കഴിഞ്ഞ ഉടനെ വൈവാഹിക പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ നമ്മൾ പുറത്തേക്ക് അറിയിക്കില്ല കുടുംബങ്ങള്. അപ്പൊ അകത്ത് തന്നെയുള്ള ആൾക്കാരായിരിക്കും ഈ ഇത് ചെയ്യുന്നത്. അപ്പൊ അതിന് കഴിവുള്ള ചില ആൾക്കാർ നിൽക്കും. പക്ഷെ അതാണ് എന്റെ ചോദ്യം. ഓക്കെ, ഇനി അടുത്ത സ്ലൈഡിലോട്ട് പോവാം. പക്ഷെ ആദ്യം ഉലന്ന സാർ ആദ്യം പറഞ്ഞ ഒരു കാര്യം, അതിനെ ഞാൻ നിഷേധിക്കുകയാണ് സാർ. ഇത് കോർട്ടിൽ ലിറ്റിഗേഷന് മുൻപേ വൈവാഹിക കൗൺസിലിംഗ് നടത്തണം. തർക്കമുണ്ടെങ്കിൽ പരിഹരിക്കാനുള്ള ശ്രമമെങ്കിലും നടത്തണം. ലിറ്റിഗേഷൻ സ്റ്റേജിലോട്ട് പോയി കഴിഞ്ഞാൽ അത് കോംപ്ലിക്കേറ്റഡ് ആവും. അപ്പൊ അതിന്റെ മുന്നേ നമ്മൾ ക്ഷമിച്ചേ ഒക്കൂ. ഇതിന്റെ ഫസ്റ്റ് സ്റ്റേജിലാണെങ്കിൽ ഒരുപാട് ക്ഷമിക്കാനും മറക്കാനൊക്കെ ഈ പാർട്ടികൾ തയ്യാറാവും. ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത്, ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത്, ആദ്യമായിട്ട് ഈ വൈവാഹിക പ്രശ്നത്തിലുള്ള ദമ്പതിമാർ പറയുന്നത് മുഴുവൻ നുണയായിരിക്കും മനസ്സിലാക്കാൻ വേണ്ടത്. ആദ്യമായിട്ട് ഇവരെ കേൾക്കാൻ പോയാൽ ഇവര് പറയുന്നത് എല്ലാം നുണ തന്നെയായിരിക്കും എന്നാണ് പറയേണ്ടത്, മനസ്സിലാക്കേണ്ടത്. ഇത്തിരി ക്ഷമയോട് കൂടിയിട്ട് ആക്റ്റീവ് ലിസണിങ് നടത്തിയല്ലാതെ ശരിയായ പ്രശ്നം മനസ്സിലാവില്ല. സെഷനുകൾ ഒരുപാട് ആരോപണങ്ങളാണ്, ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് ചെയ്യുക. അതെ, അതാ പറഞ്ഞത്. അതായത് പ്രതികാര മനോഭാവത്തോടു കൂടി ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ എതിരായിട്ട് നീങ്ങുന്ന ഒരു അവസ്ഥയാണ് ഇത് മെട്രോമോണിയൽ കോൺഫ്ലിക്റ്റ്. തർക്ക പരിഹാരത്തിന് ഒരിക്കലും തർക്ക പരിഹാരത്തിന് ഒരുങ്ങുന്ന വ്യക്തികളാണ് ശരിയായ കാര്യങ്ങൾ പറയുന്നത്. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇനി യഥാർത്ഥ പ്രശ്നം നമുക്ക് മനസ്സിലായി. ഇവര് രണ്ടുപേരും തമ്മിൽ ഇതാണ് പ്രശ്നം, നമുക്ക് മനസ്സിലായി. അപ്പോ അങ്ങനെയാണെങ്കിൽ ഇല്ലാതാക്കുമെന്ന് പറ്റുമെന്ന് നമുക്ക് നോക്കാം. നമുക്കതൊരു റിക്കൺസിലിയേഷൻ പറ്റിയിട്ടില്ലെങ്കിൽ പീസ്ഫുൾ സെപ്പറേഷന് നോക്കാം. ഉലാന സാർ ആദ്യം അതാ പറഞ്ഞത്. അത് തെറ്റായ കാര്യമൊന്നുമല്ല. ഡിവോഴ്സ് പറയുന്നത് വളരെ തെറ്റായ കാര്യമാണെന്നുള്ള അഭിപ്രായം ഒരു കൗൺസിലറും പറയില്ല. പക്ഷേ ഡിവോഴ്സ് ചെയ്യുകയാണെങ്കിൽ പീസ്ഫുൾ സെപ്പറേഷൻ ആയിരിക്കണം, സമാധാനത്തോടു കൂടി പിരിയണം. അല്ലാതെ തമ്മിലടിക്കുന്ന വ്യക്തികൾ തമ്മിലടിച്ച് തന്നെ പിരിയരുത്. അത് വളരെ 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 വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പ്രത്യേകിച്ച് കുട്ടികളും ഒക്കെ ഉണ്ടാകുമ്പോൾ, ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ. അത് ഇഷ്യൂസ് ഇല്ലെങ്കിലും വിവാഹം എന്ന് പറയുന്ന രണ്ട് വ്യക്തികൾ തമ്മിലാണ്. അതിനോടൊപ്പം തന്നെ രണ്ട് കുടുംബങ്ങൾ തമ്മിലുമാണ്. വ്യാപകമായി സാമൂഹ്യ പ്രശ്നമായിട്ട് അത് മാറും. അപ്പോ പിരിയുന്നത് തെറ്റല്ല, ഡിവോഴ്സ് ചെയ്യുന്നത് തെറ്റല്ല. പക്ഷെ പീസ്ഫുൾ സെപ്പറേഷൻ അതെന്തായാലും വേണം. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ തർക്കം പരിഹരിക്കാൻ ഇവരുടെ ഭാഗത്തുനിന്ന് ശ്രമം ഉണ്ടാകില്ല, പരസ്പരം ശിക്ഷിക്കാനായിരിക്കും ഇവരുടെ ആ രണ്ട് ദമ്പതികളുടെ ശ്രമം ഉണ്ടാവുള്ളൂ. അപ്പൊ കൗൺസിലറുടെ റോൾ എന്താണ്? ഇതില് സമാധാനമായിട്ട് ഇവരെ പിരിയാൻ അനുവദിക്കുക, അല്ലെങ്കിൽ കൗൺസിലിയേഷൻ.
പ്രശ്നം തീർക്കുക എന്നുള്ളതാണ്. ഇനി എന്തൊക്കെയായിരിക്കാം വിവാഹ പ്രശ്നങ്ങൾ? ഞാൻ ഇതിന്റെ ഈ കാര്യങ്ങളെ ഇപ്പോ അതിന്റെ ആ ഒരു സാമാന്യമായുള്ള വശങ്ങൾ, പൊതുവായുള്ള കാര്യങ്ങളെ ഞാൻ പറയുന്നുള്ളൂ. ഇന്നത് പ്രത്യേകിച്ച് പറയുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈഗോയെ കുറിച്ചുള്ള വീക്ഷണമാണ്. ഈഗോ പ്രശ്നം എന്ന് വച്ച മലയാളത്തിൽ എന്ന് പറയും. പെർസെപ്ഷൻ ഓഫ് ഈഗോ, അല്ലെങ്കിൽ നമ്മുടെ ബഹുമാനത്തെ മറ്റൊരാളെ ഹർട്ട് ചെയ്യുക. ഇത് ഈഗോ ഹർട്ട് ചെയ്യുക എന്ന് പറയുന്നത് തുല്യം തന്നെയാണ്. അത് തന്നെയാണ് അത്. ഇങ്ങനെ വരുമ്പോ ഓരോ വ്യക്തികളും യൂണീക്ക് ആണെന്ന് പറയും പോലെ ഓരോ വ്യക്തികളും പ്രതികരിക്കുന്നത് അവർ ഓരോ തരത്തിലായിരിക്കും. ശാരീരികമായ ആക്രമണമായിരിക്കും. അത് ആ തലത്തിലേക്ക് ഈഗോ ഹർട്ടിങ് ചെന്നെത്തും. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഈഗോ പ്രശ്നമാണെന്ന് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? എല്ലാ ചെറിയ കാര്യങ്ങളിലും പരസ്പരം കുറ്റപ്പെടുത്തും ഈഗോ ആണെങ്കിൽ. അത് അങ്ങനെ ഉണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, ഇവിടെ ഉള്ളത് ഈഗോ പ്രശ്നമാണ്. ഇവർ തമ്മിലുള്ളത് ഈഗോ പ്രശ്നമാണ്. എന്താണ്? എല്ലാ കാര്യങ്ങളും കുറ്റപ്പെടുത്തുന്നുണ്ട്. കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലും പരസ്പരം കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് ഈഗോ പ്രശ്നം തന്നെയാണെന്ന് ഉറപ്പിക്കാം. ശരിക്കും ഒരു പ്രശ്നം അവർ തമ്മിലുണ്ടാവില്ല. ശരിയായ കണക്കാക്കാവേണ്ടതായിട്ടുള്ള ഒരു പ്രശ്നം അവർ തമ്മിലുണ്ടാവില്ല. പക്ഷെ അവർ ഒന്നിച്ചു കൂടി കഴിഞ്ഞാൽ വഴക്കാണ്, സമാധാനത്തിന് ഭീഷണിയാണ്, പ്രശ്നമാണ്, അടിപിടിയാണ്, തമ്മിൽ തന്നെയാണ്. അത് ശരിക്കും ഏത് രീതിയിൽ വേണമെങ്കിൽ ആകാം. അപ്പോ ഇതില് ഈഗോ പ്രശ്നമാണെങ്കിൽ ഇന്നാളുടെ ഭാഗത്ത് തെറ്റ്, മറ്റാളുടെ ഭാഗത്ത് ശരി, അങ്ങനെ ചിന്തിക്കുന്ന ഒരു യാതൊരു അർത്ഥമില്ല. ഒരാള് മറ്റാളെ ഇരയാക്കാണ്, അങ്ങനെയാണ്, ഇയാള് കാരണമാണ്, അതൊന്നും ചിന്തിക്കുന്നതിൽ ഒരു അടിസ്ഥാനമില്ല. കൗൺസിലർ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ രണ്ടുപേരുടെ ഇമോഷണൽ പ്രൊഫൈല് മനസ്സിലാക്കണം. എങ്ങനെയാണ് ഇവർ ഇവരുടെ വൈകാരികമായ രീതികൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കണം. എന്നിട്ട് ഈ രണ്ടുപേരുടെയും കൂടി മനസ്സിലാക്കിയത് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടുപേർക്കും സമാനമായ ഒരു ഇടമുണ്ടാവും. ഒരു പൊതു ഇടം എന്ന് പറയും, കോമൺ പ്ലേസ്. അവിടെ ക്ലിക്ക് ചെയ്യിക്കണം കൗൺസിലർ. എന്തായാലും എത്ര വ്യത്യസ്ത മനുഷ്യരായാലും വൈകാരിക തലങ്ങളിൽ ആ രണ്ട് വ്യക്തികൾ തമ്മിൽ ഒരു പൊതുവിട ഉണ്ടാവും, ഒരു കോമൺ പ്ലേസ് ഉണ്ടാവും. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആയിരിക്കുന്നു കരുതുന്നത്. ഒരു കോമൺ പ്ലേസ് ഉണ്ടായിരിക്കും വൈകാരികമായിട്ട് നമ്മൾ വ്യത്യസ്തരാണെങ്കിൽ. അതില് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് പ്രശ്നപരിഹാരം തുടങ്ങണം. ഇനി രണ്ടാമത്തെ ഇഷ്യൂ ആണ് ബിഹേവിയർ ഡിസോർഡർ, പെരുമാറ്റ പ്രശ്നം. അപ്പോ പെരുമാറ്റ പ്രശ്നം നമുക്കറിയാം, വലിയ നിസ്സാര കാര്യമൊന്നുമല്ല ഈ പെരുമാറ്റ പ്രശ്നം. നമ്മളിപ്പോ വിചാരിക്കും ബിഹേവിയർ തെറാപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് എളുപ്പമുള്ള കാര്യമാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, അത് അറിയാം, നമുക്കറിയാം കാര്യങ്ങൾ. അപ്പൊ ഏറ്റവും ചെറിയ സന്ദർഭങ്ങളിലും സംരക്ഷിക്കാനും ഗൈഡ് ചെയ്യാനുള്ള ആഗ്രഹം. ഒരാളെ എന്റെ ഭാര്യ ഞാൻ പറഞ്ഞു കേൾക്കണം, എന്റെ അല്ലേ, അതല്ലേ അതിന്റെ അർത്ഥം? അതെ, ഇത് ബിഹേവിയർ ഇഷ്യൂ അല്ലേ, ബിഹേവിയർ ഡിസോർഡർ അല്ലേ? രണ്ട് വ്യക്തിത്വമുള്ള രണ്ട് വ്യക്തികൾ, ആ വ്യക്തി വളർന്ന സാഹചര്യം വ്യത്യാസം, അവിടുന്ന് രണ്ടുപേരും ഒന്നിക്കുന്നു, എല്ലാം വ്യത്യാസം അല്ലെ? അപ്പൊ ഒരാൾ പറയുന്നു ഞാൻ പറഞ്ഞത് അവള് കേൾക്കണം, അല്ലെങ്കിൽ അവള് പറയുന്നു എന്റെ ഭർത്താവ് ഞാൻ പറഞ്ഞു കേൾക്കണം എന്ന് പറയുന്നതില് അതൊരു ബിഹേവിയർ ഇഷ്യൂ അല്ലേ? പിന്നെ നന്നാക്കാനുള്ള പ്രശ്നമാണ് ഏറ്റവും അധികം പ്രശ്നം ഉണ്ടാക്കുക. ആരെ നന്നാക്കാൻ പറ്റും? ഒരു ഭാര്യ ഭർത്താവിനെ നന്നാക്കാനും ഭർത്താവ് ഭാര്യയെ നന്നാക്കാനും ശ്രമിച്ചു കഴിഞ്ഞാൽ അത് വളരെയധികം പ്രശ്നം ഉണ്ടാക്കും. പിന്നത്തെ ഏറ്റവും വലിയ വില്ലനാണ് സംശയ സ്വഭാവം. ആർക്കെങ്കിലും ഒരാൾക്ക് സംശയ രോഗം ഉണ്ടെങ്കിൽ രണ്ട് തരത്തിന് സംശയ രോഗമുണ്ട്. ഫിയർ, ഫോബിയ അല്ലെ, റാഷണൽ ഫിയറും ഇറേഷണൽ ഫിയറും ഉള്ളതുപോലെ സംശയത്തിനും രണ്ട് തരമുണ്ട്. അത് രോഗമാകുന്ന ഒരു സംശയമുണ്ട്, അല്ലാത്ത സാധാരണ എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുന്ന സംശയമുണ്ട്. അതൊരു തെറ്റായ കാര്യമല്ല. സംശയിക്കാത്ത വ്യക്തി ബുദ്ധിയില്ലാത്ത വ്യക്തിയാണ്. അപ്പോ ബുദ്ധിയുള്ളവരെല്ലാം സംശയിക്കും, ആ സംശയം തെറ്റുമല്ല. പക്ഷെ സംശയരോഗികൾ സംശയിക്കുമ്പോൾ, അതായത് പാത്തോളജിക്കൽ സസ്പീഷൻ, അതായത് രോഗമുള്ള സംശയമാണെങ്കിൽ ആ സംശയത്തിന് യുക്തി ഉണ്ടാവില്ല.
ലോജിക് ഉണ്ടാവില്ല. അതങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ഇവർ തമ്മിലുള്ള പ്രശ്നം സംശയരോഗമാണെങ്കിൽ ആ സംശയം ആ വ്യക്തി പറയും, വളരെ ശക്തമായി ബാധിക്കും. ഇവൾക്ക് പല പുരുഷന്മാരായിട്ട് ബന്ധമുണ്ട്, അല്ലെങ്കിൽ ഇയാൾക്ക് മറ്റേ പുരുഷന്മാർക്ക് പല സ്ത്രീകൾക്കുമായിട്ട് ബന്ധമുണ്ട്, എൻ്റെ അടുത്ത് തെളിവുകളുണ്ട്, അങ്ങനെ പല കാര്യങ്ങൾ പലതും പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ അവർ ശ്രമിക്കും. സംശയരോഗി യുക്തിയുക്തമാണെന്നാണ് നമ്മൾ ധരിക്കുക. ആ അവിശ്വസിക്കാത്ത തരത്തില് ആർട്ടിസ്റ്റിക് ആയിട്ട് പറയും. പക്ഷേ ഒന്ന് നമ്മുടെ മനസ്സിന്റെ അകത്ത് അവനോട് എതിർക്കാൻ പോയിട്ട് കാര്യമൊന്നുമില്ല പറയുന്ന വ്യക്തികൾക്ക്. പക്ഷേ മനസ്സിന്റെ അകത്ത് വിശകലനം നടത്തി കഴിഞ്ഞാൽ ഇയാൾ പറയുന്ന യുക്തി ഇല്ലാത്തതാണെന്ന് നമുക്ക് മനസ്സിലാവും. ഇയാളുടെ അടുത്ത് ഒരു തെളിവുണ്ടാവില്ല. തെളിവ് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും അയാൾക്ക് പറയാനുണ്ടാവില്ല. ഇതിനൊക്കെ എങ്ങനെ തെളിവുണ്ട്? എന്നോട് ഞാൻ ഒരു വ്യക്തിനെ കേട്ടിട്ടുണ്ട് ചോദിച്ചിട്ട്, അയാൾ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇക്കാര്യങ്ങളെല്ലാം തെളിവുണ്ടാക്കിയിട്ടാണോ ചെയ്യുക എന്ന ചോദ്യം അവൻ ചോദിച്ചത്. പക്ഷെ അതിലും അടിസ്ഥാനമില്ല ആ ചോദ്യത്തിൽ. അത് സംശയരോഗം തന്നെയാണ്. തെളിവുണ്ടാക്കിയിട്ട് ഒരുത്തരും ചെയ്യില്ലെങ്കിലും നമ്മുടെ ജീവിതത്തിന്റെ ജാഗരൂകരാവേണ്ടതും നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങൾ കറക്റ്റ് അലർട്ട് ആവേണ്ടതും നമ്മുടെ ഉത്തരവാദിത്വം. അപ്പോ അതാണ്. അപ്പോ സംശയരോഗിയാണെന്നോ അല്ലെങ്കിൽ തിരിച്ചറിയാൻ യുക്തിയുക്തമാണോ എന്നുള്ളത് മനസ്സിലാക്കേണ്ടത്. സംശയരോഗിയാണെങ്കിൽ കൗൺസിലർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല, ഇടപെട്ടിട്ട് ഒരു കാര്യമില്ല. അവര് പാരനോയിഡ് സ്കിസോഫ്രീനിയ അങ്ങനത്തെ അസുഖത്തുള്ള ആൾക്കാരായിരിക്കും. അവരെ ട്രീറ്റ്മെന്റിലേക്ക് വിടണം. ഇനി സാന്ദർഭ്യ സിറ്റുവേഷണൽ കോസസ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഇത് ഗുരുതരമാണ്. ഇത് നിസ്സാര കാര്യമാണെങ്കിൽ തന്നെ ഗുരുതരമാണ്. അതായത് ഈ ചെലവ് ചെയ്യപ്പെടുന്നത് ചെറുപ്പക്കാരിൽ ഏറ്റവും അധികം ഉള്ള ഒരു അസുഖമാണ് ഇത്. ഈ ചുമ്മാ ചെലവ്, കാശ് കിട്ടുന്നതെല്ലാം ചെലവിയാ. അതായത് വെസ്റ്റേൺ കൾച്ചറിലുണ്ട് ഒന്നും സമ്പാദിക്കാതെ. നമ്മൾ ഇന്ത്യൻ കൾച്ചർ അങ്ങനെയല്ലല്ലോ. എല്ലാം കിട്ടുന്ന കാശ് മുഴുവൻ ഓരോ റിക്രിയേഷനായിട്ട് ചെലവഴിക്കുക, അങ്ങനെയൊക്കെ ആയിട്ടില്ല. അപ്പൊ വരുമാനത്തിലധികം ചെലവാണ് അങ്ങനത്തെ സന്ദർഭം. അപ്പൊ വിവാഹത്തിന് പുറത്തൊരു വ്യക്തിയെ സംരക്ഷിക്കാൻ അത് മറ്റൊന്ന്. വിവാഹം, കുടുംബം, ഇതിനൊക്കെ പരിധികളുണ്ട്. ഇപ്പോ ഒരു പുരുഷൻ സ്ത്രീയെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അത് തന്നെ ഒരു കുടുംബമാണ്, അണുകുടുംബമാണ്. അതിന്റെ ബന്ധപ്പെട്ട ഭാര്യയുടെ കുടുംബം, ഭർത്താവിന്റെ കുടുംബം, അങ്ങനെ രണ്ട് കുടുംബങ്ങൾ വേറെയാണുള്ളത്. ആ രണ്ട് കുടുംബങ്ങളും കൂടി ബന്ധപ്പെട്ട ഒരു കുടുംബം അല്ലെ? അത് എങ്ങനത്തെ കുടുംബമാവുന്ന ഒരു അനുബന്ധ കുടുംബങ്ങളെ ആവുന്നുള്ളൂ. ഭാര്യ ഭർത്താവും കൂടി ഉള്ളതാണ് യഥാർത്ഥ കുടുംബം. അപ്പോ ഈ കുടുംബത്തിന്റെ പുറത്തുള്ള ഒരു വ്യക്തിക്ക് കൂടുതൽ പൈസ ചെലവാക്കട്ടെ ഉണ്ടെങ്കിൽ അതിന് വ്യക്തമായ റീസൺ ഉണ്ടാവും. അതായത് ഭാര്യയുടെ വീട്ടുകാർക്ക് അല്ലെങ്കിൽ ഭർത്താവിന്റെ വീട്ടുകാർക്ക് കൂടുതൽ കാശ്, അവർ കിട്ടുന്ന വരുമാനം കൂടുതൽ ചെലവഴിക്കുന്നുണ്ടെങ്കിൽ അതൊരു ഭയങ്കര കോൺഫ്ലിക്റ്റിനുള്ള വിഷയമാകും. പിന്നെ താമസ സൗകര്യ പ്രശ്നം മറ്റൊന്നാണ്. വളരെ ഇടുങ്ങിയ മുറിയിൽ ജീവിക്കുക, അങ്ങനത്തെ വരുന്ന കാര്യം. അപ്പൊ വ്യക്തിപരമുള്ള സ്വാതന്ത്ര്യങ്ങളിൽ കുറയും, തമ്മിലടി ഉണ്ടാവും. അതായത് നമ്മുടെ യുണീക്നെസ് ഓഫ് ദ ഇൻഡിവിജ്വാലിറ്റി അല്ലെങ്കിൽ പേഴ്സണാലിറ്റി, അതിന് ഇച്ചിരി സ്ഥലം സൗകര്യമൊക്കെ വേണ്ടതായിട്ട്, സ്വകാര്യതയ്ക്ക് അത്യാവശ്യമാണ്. അത് ഇല്ലെങ്കിൽ അടിപിടി ഉണ്ടാവും. അത് ക്രൂരമായ അതാണെന്ന് തോന്നില്ല, പക്ഷെ അതുകൊണ്ടായിരിക്കും. അത്യാവശ്യം കാശ് ഇങ്ങനെ ഒരു നല്ലൊരു വീട്ടിൽ താമസിക്കാനായിട്ട് ഉപയോഗിക്കണം. സാമ്പത്തിക പ്രശ്നം അർത്ഥം സാമ്പത്തിക ദൂരത്തിന്റെ ഇതൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ തെറ്റായ മാർഗത്തിൽ പണം ഉണ്ടാക്കാനൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഭാര്യ സ്ത്രീധനം, വീണ്ടും ഭാര്യ വീട്ടിൽ നിന്ന് കാശ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിട്ട് നിർബന്ധിക്കുന്ന അങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെ ഉണ്ടാവും. അതെ, ഭർത്താവ് സമ്മതിക്കാതെ ഭാര്യ കാശായിക്ക് വീട്ടിലേക്ക് അയക്കാം. അപ്പൊ ഇങ്ങനത്തെ ആൾക്കാരെ സഹായിക്കണമെങ്കിൽ ഒരു മെട്രിമോണിയൽ കൗൺസിലർക്ക് ക്രിയേറ്റീവ് ഇന്റലിജൻസ് വേണം. ക്രിയേറ്റീവ് ഇന്റലിജൻസ് എന്താണ്? ക്രിയേറ്റീവ് ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ, ക്രിയേറ്റീവ് ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ നാം സ്വയം കണ്ടെത്തുന്ന സൂത്രങ്ങൾ ആണ് ഇവിടെ ചെലവാകുള്ളൂ. ഇനി ഹൈ എക്സ്പെക്ടേഷൻസ്, വമ്പൻ പ്രതീക്ഷകൾ വെച്ച് പുലർത്തി കഴിഞ്ഞാൽ അത് പ്രശ്നമായി. ഈ ത്യാഗം, സാക്രിഫൈസ് അല്ലെ, അഡ്ജസ്റ്റ്മെന്റ്, ഇത് രണ്ടും വൈവാഹിക മേഖലയിൽ വളരെയധികം പ്രധാനമാണെന്നാണ് ഞാൻ പറയുക. അഡ്ജസ്റ്റ്മെന്റ് വളരെ അത്യാവശ്യമാണ്.
അഡ്ജസ്റ്റ് ചെയ്തേ ഒക്കൂ. അല്ലാതെ ഈ നൈസർഗികമായ അടുപ്പം പുരുഷനും സ്ത്രീയും തമ്മിലുണ്ടാവും. അപ്പൊ അത് ഉടനീളം അങ്ങനെ തന്നെ നിലനിൽക്കുമെന്നൊന്നും കരുതുന്നത് അത് അങ്ങനെ കരുതുന്ന മൗഢ്യമാണ്. അഡ്ജസ്റ്റ്മെന്റുകൾ അത്യാവശ്യമാണ്. അത് എത്രത്തോളം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചെയ്തേ ഒക്കൂ. അപ്പൊ പക്ഷെ എങ്കിൽ കൂടിയിട്ട് അത് സാധാരണത്തിൽ അധികമായി കഴിഞ്ഞാൽ, അതായത് വളയ്ക്കാം, പൊട്ടരുത്, അല്ലെ? അങ്ങനെ ആയിരിക്കട്ടെ പോകണം. അപ്പൊ പിന്നെ കുടുംബം ജോലിയും വർക്ക് ലൈഫ് ഇന്റഗ്രേഷൻ കറക്റ്റ് ആയിരിക്കും. രണ്ടും ഒരുപോലെ ശ്രദ്ധിച്ചേ വെക്കും. അപ്പൊ നെപ്പോളിയന്റെ ഉദാഹരണം ഏറ്റവും വലിയ ഉദാഹരണം ഇതിന്. എത്ര കഴിവുള്ള ഒരു വ്യക്തിയാണ്. ഭാര്യയ്ക്ക് വളരെ വിശ്വസ്തനായിരുന്നു നെപ്പോളിയൻ. പക്ഷെ കഴിച്ച വിവാഹം രണ്ടും പരാജയപ്പെട്ടു. എന്താ കാരണം? ഈ കുടുംബത്തിന്റെ കാര്യം പുള്ളിക്ക് നോക്കാൻ സമയം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇനി രോഗങ്ങൾ ഒരു കാരണമാകും. മനോരോഗം, ശാരീരികമായിട്ട് രോഗം കിട്ടി അതും ഒരു കാരണമായി. അങ്ങനെ വരുമ്പോൾ ലൈംഗികമായുള്ള പ്രവർത്തനം ഉണ്ടാവും. അല്ലെ, സെക്സ് എന്നുള്ളത് വൈവാഹിക ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതിന്റെ അപകർഷാബോധം ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ ആൾക്കാര് ഉണ്ടെങ്കിൽ കൗൺസിലറ് അവര് ഇത് കാര്യം മനസ്സിലാക്കിക്കണം, സെക്സ് കൗൺസിലിംഗ് കൊടുക്കണം, എന്നിട്ട് ഈ രോഗം മാറ്റണം. അതുപോലെ തന്നെ ഈ കറക്റ്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. ഇനിയത്തെ ഒരു മിനിറ്റ് ഒന്ന് പറഞ്ഞോട്ടെ. അഡ്ജസ്റ്റ്മെന്റ് വളരെ അത്യാവശ്യമാണ് എങ്കിലും അതിനേക്കാൾ കൂടുതൽ അണ്ടർസ്റ്റാൻഡിങ്, അവർ പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലുണ്ടെങ്കിൽ ഈ അഡ്ജസ്റ്റ്മെന്റ് നിന്ന് ഓട്ടോമാറ്റിക് ആവും. അവർക്ക് പരസ്പരം അറിയണം. ഭർത്താവിനെ ഭാര്യയും ഭാര്യയെ ഭർത്താവും അറിയുകയാണെങ്കിൽ ഈ അഡ്ജസ്റ്റ്മെന്റ് എന്നതിനേക്കാൾ അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും കൂടുതൽ സക്സസ്ഫുൾ ആവുക. അണ്ടർസ്റ്റാൻഡിങ്, പരസ്പരം അംഗീകരിക്കലല്ല, അണ്ടർസ്റ്റാൻഡിങ്, മനസ്സിലാക്കല്. അതാണ് സാറ് പറഞ്ഞത്. ഓക്കെ സാർ, നോക്കാം. നമുക്ക് സമയക്കുറവുള്ളതുകൊണ്ട് നമുക്ക് ലാസ്റ്റിൽ ഡിസ്കസ് ചെയ്യാം. നമുക്ക് കറക്റ്റ്. ഓക്കെ. അപ്പൊ ഈ തനത് പ്രശ്നങ്ങൾ, സർട്ടൻ ടിപ്പിക്കൽ ഇഷ്യൂസ്, വിവാഹം കഴിച്ച ദമ്പതികൾക്ക് അവരുടേതായുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അത് വ്യതിരിക്തമാണ്. അത് സാമാന്യവൽക്കരിക്കാൻ പറ്റാത്ത ചില പ്രശ്നങ്ങൾ. ഇതാണ് ഏറ്റവും അപകടകരമായുള്ള കാര്യം. ഇന്നത്തെ മാക്സിമം 50% ഡിവോഴ്സും ഈ കാരണത്തല്ല ഉണ്ടാകുന്നത്. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ എന്താണ് ഈ ടിപ്പിക്കൽ തനത് പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ചെറിയൊരു ഉദാഹരണം പറഞ്ഞു. അതായത് നല്ല വിദ്യാഭ്യാസമുള്ള ഒരു യുവതി ഒരു ഇല്ലിറ്ററേറ്റ് ആളെ കല്യാണം കഴിച്ചു. ആ വിവാഹ ജീവിതത്തില് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തായാലും ഒരുപാട് ഉണ്ടാവും. ഇന്നത്തെ തലമുറ ഈ ഡിവോഴ്സ് കൂടുതലാണ്. തനത് പ്രശ്നങ്ങൾ കൂടുന്നതുകൊണ്ടാണ്. അത് എന്തുകൊണ്ടാണ് ഈ പുതിയ തലമുറയിൽ ഇത്തരം തനത് പ്രശ്നങ്ങൾ കൂടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുതിയ തലമുറ, അതായത് ഈ ജാതീയം, മതപരം, അല്ലെങ്കിൽ സമൂഹത്തിന് കൾച്ചർ, അല്ലെ, ഇതൊക്കെ വ്യത്യസ്തമായാലും പങ്കാളി അങ്ങനെ ആയാലും അതിന് മുന്നിട്ടിറങ്ങുന്നവരാണ്. അപ്പൊ തനത് പ്രശ്നങ്ങൾ ഒരുപാട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോ മാധ്യസ്ഥം എന്ന് പറയുന്ന ഈ മീഡിയേഷൻ എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ പ്രോസസ് നമ്മൾ വസ്തുതകൾ ചോദിച്ചു അറിയണം. എങ്ങനെയാണ് ചോദിച്ചറിയുന്നത്? ഒരു കൗൺസിലറോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ആക്റ്റീവ് ലിസണിങ്, ഉപദേശം കൊണ്ട് ഒരു കാര്യമില്ല. ഇതൊക്കെ നമുക്കറിയാം. ഉപദേശിച്ചിട്ട് ഒരു കാര്യമില്ല, അത് നമുക്കറിയാം. അത് പ്രത്യേകം പറയേണ്ടതില്ല. അങ്ങനെ സംസാരിച്ചിട്ട് കാര്യങ്ങൾ അങ്ങനെ ആ രീതിയിൽ ആക്റ്റീവ് ലിസണിങ് നടത്തിയിട്ട് കാര്യങ്ങൾ ചോദിച്ചറിയാം. യഥാർത്ഥ കാരണം അറിയാം. ഓക്കെ. നമ്മള് എന്താ വേണ്ടത്? വീണ്ടും ഒന്നിക്കണോ അതോ ഡൈവോഴ്സിന് വേണ്ടി ശ്രമിക്കണം? ഇത് രണ്ടും നമുക്ക് ചിന്തിക്കാവുന്ന വിഷയമാണ്. ഡിവോഴ്സ് ഒരു തെറ്റായ കാര്യമാണെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഡിവോഴ്സ് ചെയ്യുമ്പോൾ പീസ്ഫുൾ സെപ്പറേഷൻ ആണെന്ന് മാത്രമേ. ഓക്കെ. പാർട്ടികളെ ഒരു ലാസ്റ്റ് നമ്മുടെ ലക്ഷ്യം രണ്ടുപേരും കൂടി പരസ്പരം ഒരു ഒത്തുതീർപ്പിൽ എത്തിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് അതിന് നിയമപരമായിട്ടുള്ള ഒരു ഇത് കൊടുക്കുക. ഇതിനാണ് നമ്മൾ മീഡിയേഷൻ എന്ന് പറയുന്നത്. ഈ മീഡിയേറ്റർ അവര് തമ്മിലുള്ള ഒരു വഴിയായിട്ട് മാറണം. അതായത് രണ്ട് വ്യത്യസ്തമായിട്ട് ആശയവിനിമയം നയിച്ച ആൾക്കാർക്ക് അവര് പരസ്പരം സംസാരിക്കാനും പരസ്പരം ബന്ധപ്പെടാനുള്ള ഒരു പാത്വേ അല്ലെങ്കിൽ വഴിയാവാൻ കഴിയുന്ന മധ്യസ്ഥന് മാത്രമേ ശരിക്കും. അതിലാണ് ഈ ഉലാന സാർ പറഞ്ഞ കാര്യം വരുന്നത്.
അവർ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ് പ്രോബ്ലം, ആശയവിനിമയ പ്രശ്നം, ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അവരെ പരസ്പരം സംസാരിക്കാൻ സഹായിക്കുന്നത്. അവരെന്താണ് അവരുടെ ബ്ലോക്കേജ് വന്നിട്ടുള്ളത് അത് മനസ്സിലാക്കി അത് ക്ലിയർ ചെയ്യുന്നതാണ് മധ്യസ്ഥന്റെ ഉത്തരവാദിത്തം. ഇനി കോൺഫ്ലിക്റ്റുകളെ കുറിച്ച് നോക്കാം. എന്താണ് ഈ കോൺഫ്ലിക്റ്റ്? പരസ്പര പ്രശ്നങ്ങൾ. ഇതാണല്ലോ ഒരു ഡിബേറ്റ്സിലേക്കും വൈവാഹിക പ്രശ്നങ്ങളിലേക്കും എന്തായാലും ഇത് ഒരു കോമൺ ആയുള്ള കാര്യമാണ്. അതിപ്പോ വൈവാഹിക ജീവിതത്തിലല്ല, പല കാര്യത്തിലും ഇത്രയും കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവും. അത് വളരെ നിസ്സാരമായ കാര്യങ്ങൾ തുടങ്ങാം. ഒരു പാർട്ടിക്ക് പോയി, അതിന് ചെറിയ ഡ്രസ്സ്, ഇത് ഞാൻ ഈ ഡ്രസ്സ് ഇടണം, ഒരാള് ഭാര്യ വന്നു ഒരു ഡ്രസ്സ് ഇടണം, മറ്റേ അതിന്നൊക്കെ തുടങ്ങാം പ്രശ്നം, അല്ലേ? അതുപോലെ ഈ വലിയ വലിയ കാര്യം, സ്വത്തിന്റെ ഒക്കെ കാര്യം വന്നു കഴിഞ്ഞാൽ ഭയങ്കര വലിയ കോൺഫ്ലിക്റ്റ് ആവും. ഓക്കെ, അപ്പൊ ഇത് ഉണ്ടായ എന്താ പ്രശ്നം? ഈ വൈവാഹിക പ്രശ്നങ്ങള് നമ്മൾ നേരത്തെ മനസ്സിലാക്കി വൈകാരികമായിട്ടും വളരെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സംഘർഷമാണ്, കോൺഫ്ലിക്റ്റ് ആണ്. ഇപ്പോ ഇത് ഉണ്ടായ മനസ്സും ശരീരവും നശിച്ചു. ശാരീരികം മാനസികമായുള്ള ഉദാഹരണം രോഗങ്ങളൊക്കെ ഉണ്ടാവും. അത് ഭയങ്കര പരിഹരിച്ചിട്ടില്ലെങ്കിൽ ജീവിതം മുന്നോട്ട് പോവില്ല. അത് ഏത് കോൺഫ്ലിക്റ്റ് ആയാലും, അതിലൊരു കോൺഫ്ലിക്റ്റിനെ കുറിച്ചാണ് നമ്മളിപ്പോ പറയുന്നത്, വൈവാഹിക പ്രശ്നം. കോൺഫ്ലിക്റ്റ് എവിടെ ഉണ്ടോ നിസ്സാരമായി കരുതരുത്. എന്താണ് കോൺഫ്ലിക്റ്റ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റും. അതിനൊരു ബന്ധങ്ങള്, പരസ്പര ബന്ധങ്ങൾ തകർക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കോൺഫ്ലിക്റ്റുകൾ തന്നെയാണ്. അപ്പോ പക്ഷെ ഇതിനെ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഉള്ള ബന്ധം വളരെ നന്നായി മെച്ചപ്പെടും, നന്നായിട്ട് മെച്ചപ്പെടും. എന്ന് മാത്രമല്ല ദൃഢമാകും ബന്ധം എന്നുള്ളതാണ്. കോൺഫ്ലിക്റ്റുകൾ സാധാരണമാണ്, പക്ഷെ അതാണ് മനസ്സിലാക്കേണ്ടത്. കോൺഫ്ലിക്റ്റുകൾ ഉണ്ട്, കോൺഫ്ലിക്റ്റ് ഉണ്ടാവരുതെന്ന് ചിന്തിക്കുന്നത് മൗഢ്യമാണ്. കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവും. രണ്ട് വ്യക്തിയായാലും, രണ്ട് പ്രസ്ഥാനമായാലും, രണ്ട് ഗ്രൂപ്പായാലും പരസ്പരം കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകും എന്നുള്ളതാണ്. പക്ഷെ അതിനെ പരിഹരിച്ചു കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള ബന്ധങ്ങൾ കൂടുതൽ ദൃഢപ്പെടുകയാണ് ചെയ്യുന്നത്. ഇനി എന്തൊക്കെയാണ് ഈ പ്രശ്നങ്ങൾ, ഈ തർക്കങ്ങൾ ഉണ്ടാകാനുള്ള കാരണം? അത് ആദ്യം തന്നത്തെ കാര്യം വളരെ വ്യക്തമാണ്, നമ്മൾ മനസ്സിൽ പെട്ടെന്ന് വരുന്ന കാര്യമാണ്. രണ്ട് വ്യക്തികൾ അല്ലെങ്കിൽ രണ്ട് ഗ്രൂപ്പുകൾ, രണ്ട് സമൂഹം വ്യത്യസ്തമായുള്ള വീക്ഷണങ്ങളിൽ കാര്യങ്ങൾ കാണാൻ പോകും, അല്ലെ? ഇത് ജനറേഷൻ ഗ്യാപ്പിന് ഒരു പ്രധാനപ്പെട്ട ഉദാഹരണമല്ലേ അതിൻ്റെത്. നമ്മുടെ പുതുതലമുറ കാണുന്നത് ഒരു രീതിയിലാണ്, വയസ്സായ ആൾക്കാർ കാണുന്നത് മറ്റൊരു രീതിയിലാണ്. അപ്പോ അത് അങ്ങനെയൊക്കെ, അതാണ് ഒരു കാര്യം. പിന്നെ ഫെയ്ത്തും ബിലീഫും തമ്മിലുള്ള വ്യത്യാസം. എന്താണ് ഈ ഫെയ്ത്ത്? രണ്ടും ഇംഗ്ലീഷ് വാക്കാണ്. മലയാളത്തിൽ പോയി കഴിഞ്ഞാൽ വിശ്വാസം എന്നുള്ള അർത്ഥമാണുള്ളത്. പക്ഷെ ഇതിപ്പോ തമ്മിൽ രണ്ട് വളരെ വ്യത്യാസങ്ങളുണ്ട്. ഇത് കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്ന കാര്യമാണ്. വ്യത്യാസം ആദ്യം കാണിക്കുകയോ മാഞ്ഞു വെക്കുകയോ ചെയ്യുക. വ്യത്യസ്ത പ്രായത്തിലെടുക്കുന്ന പ്രയോഗത്തിൽ ദമ്പതികൾ കുട്ടികളുടെ വയറ്റിലേക്ക് ചോദിച്ചു. ഉദാഹരണം, രണ്ട് സമുദായത്തിന്റെ വ്യത്യസ്തമായിട്ട് വിവാഹം കഴിച്ചു, രണ്ട് മതത്തിന്റെ വ്യത്യസ്തം കഴിച്ചു. പക്ഷെ ആദ്യമൊക്കെ വളരെ ഐക്യത്തിൽ മുന്നോട്ട് പോകും. പക്ഷെ ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ഏത് ഫെയ്ത്തിലേക്ക് ഈ കുഞ്ഞിനെ കൊണ്ടുപോകും? അവിടെ പ്രശ്നങ്ങള് അതാണ് ഫെയ്ത്തിലെ ബിലീഫിന്റെ. പിന്നെ ഈ ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ഡിഫറൻസ് ഈ ഫെയ്ത്തിലും ബിലീഫിലും ഉണ്ട്. എന്താണ് സത്യത്തിൽ ഫെയ്ത്ത് ബിലീഫ് എന്നുള്ള വ്യത്യാസമുള്ളത്? ഒന്ന്, നമ്മള് സത്യമാണെന്ന് സ്വീകരിക്കപ്പെട്ടതാണ് ബിലീഫ്, നമ്മളിത് ആക്സെപ്റ്റ് ചെയ്യുന്നു, ഇതാണ് സത്യം എന്ന്. പിന്നെ ഫെയ്ത്ത് എന്നത് ചില ആൾക്കാരിൽ നമ്മൾ വിശ്വസിക്കുന്ന ഒരു തെളിവും വേണ്ട, അവരയാൾക്ക് വിശ്വാസം, അല്ലെങ്കിൽ അതിനെ എനിക്ക് വിശ്വാസം, അതാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. നമ്മൾ ശരിയെന്ന് സ്വീകരിക്കുന്നതാണ് മറ്റത്. പിന്നെ ഇഷ്ടങ്ങളിലും താല്പര്യങ്ങളിലും ഉള്ള വ്യത്യാസം. അതായത് ഇൻട്രോവേർട്ടിന്റെ താല്പര്യങ്ങൾ ഒന്നായിരിക്കും, എക്സ്ട്രോവേർട്ടിന് വേറെ തന്നെ. പുറമേ ഇറങ്ങി നടക്കുന്ന ആൾക്കാരായിരിക്കും ചില ആൾക്കാരുടെ താല്പര്യം, വീടിന്റെ അകത്ത് കഴിയുന്നതായിരിക്കും ചില ആൾക്കാരുടെ താല്പര്യം. ഇത് സംഘർഷത്തിലേക്ക് നയിക്കും. പിന്നെ വ്യത്യസ്ത ലക്ഷ്യങ്ങളായിട്ട് പ്രവർത്തിക്കുക. ദാമ്പത്യ ബന്ധങ്ങളിലെ പങ്കാളികൾ, ഇപ്പൊ വിവാഹബന്ധം വിജയിക്കണമെങ്കിൽ, ഒരു ജീവിതം വിജയിക്കണമെങ്കിൽ ഇന്നത് നടക്കണമെന്ന്
എന്നുള്ള കാര്യത്തിൽ വ്യത്യസ്തമായി ചിന്തിക്കാം. ചിലർക്ക് വീട്ടിലെ കാര്യങ്ങളെല്ലാം ഭംഗിയായിരിക്കും. അതായത് നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും, വീട് ഭംഗിയാക്കുക, വീട്ടിൽ ഒരുപാട് സൗകര്യങ്ങൾ ഉണ്ടാക്കുക. അതുപോലെ തന്നെ അതായിരിക്കും ചിലർക്ക് വലിയ വിജയമായിട്ട് കാണുന്നത്. ചിലര് കാണുന്നത് നല്ല വലിയ കാറ് പുറമേക്ക് സഞ്ചരിക്കുക, നല്ല ഡ്രസ്സ് ഇട്ടിട്ട് ചെത്തി നടക്കുക. അപ്പോ ഇതൊക്കെ സംഘർഷം, ഇത് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ വഴക്കുണ്ടാക്കും. പിന്നെ ഏറ്റവും ഈ സംഘർഷങ്ങൾ എന്തൊക്കെ തരത്തില്, ഇപ്പൊ നമ്മള് വൈവാഹിക പ്രശ്നത്തിലെ കോൺഫ്ലിക്റ്റിനെ കുറിച്ചാണല്ലോ ലീഡ് ചെയ്യുന്നത് നമ്മൾ സംസാരിക്കുന്നത്. ഇതില് റിലേഷൻഷിപ്പ് കോൺഫ്ലിക്റ്റ്, ഇതാണ് ഏറ്റവും അപകടകരം. റിലേഷൻഷിപ്പ്, ബന്ധങ്ങൾ തമ്മിലുള്ള സംഘർഷം. നമുക്കറിയാം, ഒരു കുടുംബം അത് അത്യന്താപേക്ഷിയ മനുഷ്യന്. അതുപോലെ ആ കുടുംബം എങ്ങനെ നിലനിൽക്കുന്നു? ബന്ധങ്ങളിലൂടെ, അല്ലെ? പിതൃപുത്ര ബന്ധം, ഭാര്യ ഭർത്തൃബന്ധം, ഇങ്ങനെയൊക്കെയുള്ള ചില ബന്ധങ്ങൾ. അതുപോലെ സുഹൃത്ത് ബന്ധം, അല്ലെ? ഇതൊക്കെ ബന്ധങ്ങളാണ്. അപ്പോ നെഗറ്റീവ് വികാരങ്ങൾ ഒരുപാട്, തെറ്റിദ്ധാരണകൾ, മിസ്അണ്ടർസ്റ്റാൻഡിങ്, സ്റ്റീരിയോടൈപ്പ് എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണ്, അത് ഇങ്ങനെ തന്നെയാണ്, അല്ലെങ്കിൽ പലരും പറഞ്ഞു വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ആവുന്നുണ്ട്. ഇതൊക്കെയാണ് സ്റ്റീരിയോടൈപ്പ്. അപ്പൊ ഏറ്റവും കമ്മ്യൂണിക്കേഷനിലേക്ക് ഒരു ബന്ധം നിലനിൽക്കും. അപ്പൊ കമ്മ്യൂണിക്കേഷൻ തീരെ ഇല്ലാതായിരിക്കുന്ന ഒരവസ്ഥയില് സംഘർഷം, കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. അത് കുറഞ്ഞാലും കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. ഓക്കെ, ഒരു നൈസർഗികമായ ഇഴയടപ്പം, നാച്ചുറൽ ബോണ്ടിങ് രണ്ട് വ്യക്തികൾ തമ്മിലുണ്ട്, എല്ലായ്പ്പോഴും ഉണ്ട്. അത് വല്ലാത്ത സ്ട്രെസ് ആൻഡ് സ്ട്രെയിനിലാവുന്നതാണ് റിലേഷൻഷിപ്പ് കോൺഫ്ലിക്റ്റ്. ഇപ്പൊ ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ ഒരു നാച്ചുറൽ ബോണ്ടിങ് ഉണ്ട്. ഈ നാച്ചുറൽ ബോണ്ടിങ് വിവാഹത്തിന്റെ മുൻപേ നമുക്ക് സംസാരത്തിലൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ആദ്യ രാത്രി അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് കുറെ മാസങ്ങൾ അല്ലെങ്കിൽ കുറച്ച് കൊല്ലങ്ങൾ അങ്ങനെയൊക്കെ കഴിയുമ്പോൾ അത് കൂടുമോ കുറയുമോ? കുറയാനൊക്കെ സാധ്യതകളുണ്ട്, അല്ലെ? അതിന്റെ കാരണങ്ങൾ അതാണ് പറയുന്നത്. ഈ ബന്ധസംഘർഷങ്ങളില് വളരെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വിഷയമാണ് ഈ ബന്ധസംഘർഷം, റിലേഷൻഷിപ്പ് കോൺഫ്ലിക്റ്റ്. അത് രണ്ടുപേരും തമ്മിലുള്ള പ്രശ്നം ഒരു അഭിപ്രായ വ്യത്യാസത്തിൽ തുടങ്ങുമായിരിക്കും. ആശയവിനിമയ പ്രോബ്ലത്തിൽ നേരത്തെ ഞാൻ വിശദീകരിച്ചത്. ഇങ്ങനത്തെ തുടങ്ങുന്ന ഒരു പ്രശ്നം തർക്കമായിട്ട് എഴുതുന്നെങ്കിൽ അതൊരു ചുറ്റി ഉയരുന്നാണ് പറയുന്നത്. അത് മനസ്സിന്റെ അകത്ത് അങ്ങനെ കറക്കിയിരിക്കും നമ്മൾ. അത് തന്നെ ചിന്തിച്ച് പ്രശ്നമാക്കിയിട്ട് അതങ്ങ് പൊട്ടി വളരെ വലിയ പ്രതിസന്ധിയാവും പറയും. അപ്പോ ഇത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നേരത്തെ തിരിച്ചറിയണം, തുടക്കത്തെ തന്നെ തിരിച്ചറിയണം. അഭിപ്രായ വ്യത്യാസങ്ങളും അതായത് വളരെ നിസ്സാരമാണെന്ന് പറഞ്ഞിട്ട് തള്ളിക്കളയരുത്. അത് റിലേഷൻഷിപ്പ് കോൺഫ്ലിക്റ്റിൽ എത്തിക്കരുത്. തുറന്ന സംഭാഷണം, അണ്ടർസ്റ്റാൻഡിങ്, ഉലാന സാർ പറഞ്ഞ പോലെ അണ്ടർസ്റ്റാൻഡിങ്, ഇതൊക്കെ തകരുന്നത്, അതില്ലാത്ത അവസ്ഥ തുടങ്ങുമ്പോൾ മനസ്സിലാക്കിയിട്ട് അത് പരിഹരിക്കണം. അല്ലെങ്കിൽ ഇത് വളരെ വലിയ പ്രശ്നമായിട്ട് മാറും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഭാര്യ ഭർത്താവ് സ്വരച്ചേർച്ചയില്ലായ്മയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, അല്ലെ? അതാണ് ഏറ്റവും റിലേഷൻ കോൺഫ്ലിക്റ്റിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട. ഈ സ്വരച്ചേർച്ച നഷ്ടപ്പെടുന്നത് കോൺഫ്ലിക്റ്റ് ഉള്ളതുകൊണ്ടാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, രണ്ടാമത്തെ കാര്യം വിവരം അല്ലെങ്കിൽ വിശദാംശങ്ങൾ സംഘർഷം, ഡാറ്റ ഡീറ്റെയിൽസ് കോൺഫ്ലിക്റ്റ്. അറിവ് വേണം. ഒരു കാര്യം ഉണ്ടെങ്കിൽ പരിഹരിക്കാൻ അറിയാം, പ്രശ്നമുണ്ടെങ്കിൽ പരിഹരിക്കാൻ അറിയാം, അല്ലെ? അത് അറിഞ്ഞില്ലെങ്കിൽ അത് കോൺഫ്ലിക്റ്റിലേക്ക് നയിക്കും. തെറ്റായ വിവരങ്ങളായിരിക്കും അപ്പോൾ ഉണ്ടാക്കുന്നത്. നമുക്ക് വിശദമായി തന്നെ ചില കാര്യങ്ങൾ അറിഞ്ഞു വെക്കും, അല്ലെങ്കിൽ അതെല്ലാം കോൺഫ്ലിക്റ്റിലേക്ക്
നയിക്കും അതിന് കോൺഫ്ലിക്റ്റിനുള്ള ഒരു ഇതാവും. ചെറിയൊരു ഉദാഹരണമാണ് ഇവിടെ പറയുന്നത്. ഒരു അച്ഛൻ അല്ലെങ്കിൽ ഒരാൾ വയസ്സായപ്പോ ഒരു മരണപത്രം എഴുതി വെച്ചു. വിശദമായിട്ട് എഴുതില്ലെങ്കിൽ അത് തീർത്താൽ തീരാത്ത കോൺഫ്ലിക്റ്റിലായിട്ട് കേട്ടോ. അപ്പൊ വിശദാംശങ്ങൾ അത്യാവശ്യമാണ് കാര്യങ്ങൾക്ക്. അല്ലാതെ ഇപ്പൊ എന്താ പഠിച്ചതല്ലേ, വിവരമുള്ളവരല്ലേ, എന്തിനാ ഇപ്പൊ കൂടുതൽ പറയുന്ന കാര്യങ്ങള് പറയാതെ തന്നെ അറിയില്ലേ? ഇത്തരം ചോദ്യങ്ങളൊക്കെ മൗഢ്യമാണ്. വിശദമായി തന്നെ പറയണം, വിശദമായി തന്നെ കാര്യങ്ങൾ ചെയ്യണം എന്നാണ് മനസ്സിലാക്കേണ്ടത്. താല്പര്യങ്ങളുടെ ഇൻട്രസ്റ്റ് കോൺഫ്ലിക്ട്സ് അത് ഏറ്റവും പ്രധാനപ്പെട്ട കോൺഫ്ലിക്റ്റ് ആണ്. അതായത് ശാരീരികമോ മാനസികമോ ആയ താല്പര്യങ്ങൾ. നമുക്ക് രണ്ട് തരത്തിലുള്ള താല്പര്യങ്ങളുണ്ട്. അത് അറിയാലോ, ശാരീരികമായ താല്പര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാം. കോണ്ടാക്ട് അല്ലെ, സ്പർശനത്തിന്റെ, അതുപോലെ ലൈംഗികത, അത് ശാരീരികമായ താല്പര്യം തന്നെയാണ്. അത് ആവശ്യമാണ്. അതുപോലെ അതുപോലെ തന്നെ ചില ആവശ്യകതകൾ, റിക്വയർമെന്റ്സ് നമുക്കുണ്ട്. ഇത് ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, രണ്ടുപേരുടെയും ഇത്തരത്തിലുള്ള താല്പര്യങ്ങള് വ്യത്യസ്ത രീതിയിലാണ്. അത് കോൺഫ്ലിക്റ്റിലേക്ക് നയിക്കും, അത് സംഘർഷത്തിലേക്ക് നയിക്കും. അപ്പോ റിവൽറി കോൺഫ്ലിക്റ്റ് ആവാം, മത്സര സംഘർഷമാവും, അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ നേടാത്തുള്ള സംഘർഷമാവും. രണ്ടു തരത്തിൽ സംഘർഷമായിട്ടത് നമുക്കറിയാം. റിവൽറി എന്താണെന്നുള്ളത് പരസ്പരം മത്സരിച്ചുകൊണ്ട് പോകും, പരസ്പരം. അപ്പൊ കാരണം എന്ന് വെച്ചാൽ ഒരാൾക്ക് ശാരീരികമായിട്ടുള്ള അവരുടെ ആവശ്യം നിർവഹിക്കുന്നില്ല, അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ആവശ്യങ്ങൾ നിർവഹിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നോൺ അച്ചീവ്മെന്റ് ഓഫ് ഗോൾസ് അല്ലെ. അപ്പൊ അത് അങ്ങനത്തെ സംഘർഷമായിട്ട് മാറും. അപ്പൊ നമുക്ക് ഇത് വളരെ വ്യക്തമായിട്ട് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പല വ്യവസായ കുടുംബങ്ങളിൽ ഒക്കെ ഇത്തരം സംഘർഷങ്ങൾ. പിന്നെ സ്ട്രക്ചറൽ കോൺഫ്ലിക്ട്സ്. എന്താണ് സ്ട്രക്ചറൽ കോൺഫ്ലിക്ട്സ്? ആണ് ബന്ധങ്ങളുടെ പുറത്തുള്ള സ്റ്റെബിളിൽ നിന്നോ ശക്തികളിൽ നിന്നോ കാരണമായത് ഇത് ഉണ്ടാവുന്നത് എൻവയോൺമെന്റിൽ. അതായത് ഭാര്യ ഒരിടത്ത് ജോലി ചെയ്യുന്നു, ഭർത്താവ് മറ്റൊരിടത്ത് ജോലി ചെയ്യുന്നു. ഇത് സംഘർഷങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമാണ്. ഓക്കെ, അതാണ് മനസ്സിലാക്കുന്നത്. ഇനി വാല്യൂ കോൺഫ്ലിക്റ്റ്. ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ഞാൻ വിശ്വസിക്കുന്ന ബിലീഫ് സിസ്റ്റം, ഭാര്യ വിശ്വസിക്കുന്ന ബിലീഫ് സിസ്റ്റം, ഭർത്താവ് വിശ്വസിക്കുന്ന ബിലീഫ് സിസ്റ്റം രണ്ടും വ്യത്യസ്തമാണെങ്കിൽ അത് സംഘർഷത്തിലേക്ക് നയിക്കും. അവിടെയാണ് ഈ മതങ്ങൾ മാറിയുള്ള വിവാഹം. ഞാനിതിനെ എതിർക്കുന്നില്ല, അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഞാൻ എതിർക്കുന്നില്ല. പക്ഷേ ബിലീഫ് സിസ്റ്റം രണ്ടുപേരുടെ ഒന്നായിരിക്കണം. അതാണ് മനസ്സിലായി. ഒരാൾ വിശ്വാസി, മറ്റൊരാൾ വിശ്വാസി അല്ല, അല്ലെങ്കിൽ അതാണ്. അത് കൂടുതൽ വിശദീകരണത്തിന്റെ ആവശ്യമില്ല, നമുക്കറിയാം. അതേ ആവശ്യമുള്ളൂ. ബിലീഫ് സിസ്റ്റം ഒന്നായി കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവില്ല, പക്ഷെ അതിൽ വ്യത്യാസം ഉണ്ടാവരുത്. ചിന്തിക്കുന്നത് രണ്ടു കൂട്ടരും വിശ്വാസത്തിന്റെയും ഫെയ്ത്തിന്റെയൊക്കെ കാര്യം നേരത്തെ വിശദീകരിച്ചു. അതിനെക്കുറിച്ചൊരു കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അത് സ്വാധീനിക്കുന്ന പല ഘടകങ്ങളുണ്ട്. നമ്മുടെ സൈക്കോളജിക്കൽ ഗ്രോത്ത് നിശ്ചയിക്കുന്ന ഇതാണ്, ഈ ബിലീഫ് സിസ്റ്റമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. വ്യത്യസ്ത മതങ്ങളിൽ നിന്നും സാമൂഹ്യം, സാമ്പത്തികം, വംശീയം, മതം, ജാതി, വിശ്വാസവ്യവസ്ഥകൾ എന്നൊക്കെ നിന്നുള്ളവർക്ക് വ്യത്യസ്ത മൂല്യങ്ങളാണ് ഉണ്ടാവുക. അതാണ് മനസ്സിലാക്കേണ്ടത്. അത് ഒത്തുവരുമ്പോ വ്യത്യസ്ത മതങ്ങളാണെങ്കിൽ വ്യത്യസ്ത മൂല്യങ്ങൾ തന്നെ ആയിരിക്കും അവർക്ക് ഉണ്ടാവുക. അല്ലെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു, വ്യത്യസ്ത മതങ്ങളിൽ നിന്ന് വിവാഹം ആവില്ല എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, പറയുന്നുമില്ല. വ്യത്യസ്ത ജാതികളിൽ നിന്ന് വിവാഹം ആകരുത് എന്നും ഞാൻ പറഞ്ഞിട്ടില്ല, പറയുന്നുമില്ല. അങ്ങനെ ഒരു പ്രശ്നം എന്നോട് കാണിക്കണ്ട, ഞാൻ പറഞ്ഞതായിട്ട് പറയണ്ട. പക്ഷെ ഞാൻ പറഞ്ഞത് വാല്യൂസ്, അത് ആ സൈക്കോളജിക്കൽ ഗ്രോത്ത് ഉണ്ടാക്കുന്ന നമ്മുടെ വാല്യൂസ് വ്യത്യസ്ത മതങ്ങളിലാണെങ്കിൽ വ്യത്യസ്തം തന്നെയാണ്. അതിലൊരു സംസ്കരിച്ച മനസ്സ് നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ട് വേണം ഈ വ്യത്യസ്ത മതങ്ങളിൽ വിവാഹം കഴിക്കാൻ പോകാൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ പറയുന്നത് ഒരുപക്ഷെ ശരിയാകാം, തെറ്റാകാം, നിങ്ങൾക്ക് ഇത് ചെയ്യാം. അപ്പൊ അത് അല്ലെങ്കിൽ സംഘർഷത്തിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട്. നേരത്തെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് വേണം അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോ ഇനിയിപ്പോ സംഘർഷങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത്, കോൺഫ്ലിക്റ്റുകൾ നമ്മൾ എങ്ങനെ മധ്യസ്ഥം എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ നേരത്തെ വ്യത്യസ്ത കാര്യങ്ങൾ പറഞ്ഞു, വ്യത്യസ്ത സംഘർഷങ്ങളെ കുറിച്ച് പറഞ്ഞു.
ഒക്കെ പറഞ്ഞു. ഇനിയിപ്പോ എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യും? സാധാരണ 5 മാർഗങ്ങളാണ് പറയുന്നത്. ഓക്കെ, വ്യത്യസ്തമായി നമുക്കിത് അപ്പൊ ഈ വഴി എന്തിനാണ് ഈ 4-5 മാർഗങ്ങൾ പറയണത് വെച്ചാല് നമ്മള് 5 എണ്ണം പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഏത് ഉപയോഗിക്കണം നമുക്ക് പെട്ടെന്ന് ഐഡിയ വരും. അപ്പൊ ആ രീതിയിൽ നമുക്ക് പ്രയോഗിക്കാൻ കഴിയുന്നത് അല്ല. അപ്പൊ അതാണ് അതിന് വേണ്ടിയിട്ടാണ് എല്ലാം കൂടി പറയുന്നത്. ഓക്കെ ഓക്കെ. അപ്പോ നമ്മൾ സംഘർഷത്തിന് നേരിടുന്ന വഴികൾ നന്നായി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം വളരെ മുൻപത്തേക്കാൾ വളരെ വളരെയധികം മെച്ചപ്പെടും. അതാണ് മനസ്സിലാക്കേണ്ടത്. സംഘർഷങ്ങൾ പരിഹരിക്കാനുള്ള ഈ വിദ്യ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്വർഗത്തിലേക്ക് നീങ്ങും, നല്ല അവസ്ഥയിലേക്ക്. ഒന്ന്, നമ്മൾ സംഘർഷം ഉണ്ടാകുമ്പോൾ ഡിനൈ ചെയ്യാതെ പിൻവലിയും ചെയ്യുന്നു. ആ സംഘർഷത്തിൽ നിന്ന് അങ്ങ് മാറിപ്പോകും. ഞാൻ പ്രശ്നത്തിലേക്കില്ല, എനിക്ക് സമാധാനം മതി, അങ്ങനെ ഒരു സംഘർഷം ഉണ്ട് എന്നുള്ളതിൽ നിന്ന്. പക്ഷെ സംഘർഷങ്ങൾ അങ്ങനെ തീരുമോ? പക്ഷെ ഇവിടെ നടക്കുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോ എന്താ സംഭവിക്കുന്നത്? തുടക്കത്തിൽ ഈ സംഘർഷം തീർത്തിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? വലിയ പ്രശ്നമായിട്ട് മുന്നോട്ട് പോകും. നേരത്തെ നമ്മൾ ബന്ധങ്ങളിലെ കോൺഫ്ലിക്റ്റിനെ കുറിച്ച് പറഞ്ഞു. വളരെ മോശമായ അവസ്ഥയിലെത്തും റിലേഷൻഷിപ്പ് കോൺഫ്ലിക്റ്റ് നേരത്തെ പറ്റി. പക്ഷെ നമ്മൾ ചെയ്യുന്നത് അങ്ങനെ ഉണ്ട് എന്നുള്ളത് നമ്മൾ ഇത് ചെയ്യണം, ഡിനൈ ചെയ്യണം. എന്നിട്ട് നമ്മളതൊന്ന് പിൻവലിയാണ് ചെയ്യുന്നത്. അപ്പോ സാധാരണ ഈ ചൊറിച്ചിലുകൾ ഇല്ലേ, ഇത് ഉണ്ടാവുന്നത് മനുഷ്യർ നമ്മൾ ചൊറിച്ചിലുകളില്ലേ, ചൊറിച്ചിട്ട് ആൾക്കാർ തമ്മിൽ അടിപിടി കൊടുത്തില്ലേ. അപ്പോ ഇത് തടയാൻ ഈ പിൻവലിയലും വിട്രാവലൊക്കെ ഉപയോഗിക്കും. അല്ലെങ്കിൽ അങ്ങനെ ഈ ചൊറിച്ചിലുകൾ ഇത്ര വലിയ പ്രശ്നമുള്ള കാര്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചൊറിച്ചിലുകളിൽ നല്ല അതെ കുറച്ച് ചെറിയ ചൊറിഞ്ഞു കഴിഞ്ഞാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടാക്കുന്നില്ല അത്. പക്ഷെ ഇതില്ലാതിരിക്കാൻ നമുക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു പരിഹാരം കൊണ്ടുവരണം. പിന്നെ നമ്മൾ സപ്രസ് ചെയ്യുന്നു, അങ്ങനെ നിൽക്കുന്നു പറഞ്ഞു. അപ്പോ ഇത് അവസാനം ഒരു പൊട്ടിത്തെറി ഇരിക്കാൻ നടക്കാം. എന്നിട്ട് പിന്നെ സംഘർഷം ഉണ്ടാവും, അവയുടെ വിജയകുമാർ വരയ്ക്കും. സാധാരണ കൂടെ നമ്മൾ ശരിക്കും നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, സംഘർഷങ്ങൾ നേരത്തെ മനസ്സിലാക്കിയിട്ട് പരിഹരിച്ചാൽ വളരെ നല്ല ഫലമാണ് ഉണ്ടാകുക. സംഘർഷ മറ്റു കാര്യങ്ങളിലും അപ്രധാനമാകുമ്പോൾ അടിച്ചമർത്തും. അതായത് നിസ്സാരമായ കാര്യങ്ങളിൽ ചിലപ്പോൾ സംഘർഷം ഉണ്ടാവും. അപ്പൊ ഈ വഴി നമുക്ക് ഉപയോഗിക്കാം, അടിച്ചമർത്തും. അങ്ങനെ ഒന്നും ഇല്ല എന്നുള്ളതാണ്. ഒരു ഉണ്ടാതെ അവിടെ ഇരുന്നോണം അല്ലേ. എനിക്കറിയാം ഈ കുടുംബത്തിൽ എന്ത് ചെയ്യണം. ഇതൊക്കെ അടിച്ചമർത്തല, സംഘർഷം അടിച്ചമർത്തല. അങ്ങനെ ആണ് പലപ്പോഴും നടക്കാറുണ്ട്. ഭാര്യ ഭർത്താവിനോട് ഞാനേ പറഞ്ഞ് കേട്ടാൽ ഭാര്യ ഭർത്താവ് പറഞ്ഞ് കേൾക്കണം. ഇതൊക്കെ അടിച്ചമർത്തലാണ്. പക്ഷെ ഇതിലും ചില ഗുണങ്ങളുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. വളരെ നിസ്സാരമായ കാര്യങ്ങളാണെങ്കിൽ, സൗന്ദര്യ പിണക്കങ്ങളാണെങ്കിൽ അടിച്ചമർത്തനം ഉപയോഗിക്കാം. അധികാരം അല്ലെങ്കിൽ ആധിപത്യം, ഇതാണ് തുടർച്ചയായിട്ട് കാണുന്ന കാര്യം സംഘർഷ പരിഹാരത്തിന്റെ ഉള്ള കാര്യങ്ങൾ. ഓക്കെ, സാബു സാർ ഒരു 8 മണിക്ക് നിർത്തല്ലേ നമ്മള്? ഓക്കെ സാർ, ഓക്കെ. ഡിസ്കഷൻ സെക്കൻഡ് പാർട്ടായിട്ടുണ്ടോ? സെക്കൻഡ് പാർട്ടായിട്ട് എടുക്കാം, കുറച്ച് കൂടുതൽ കാര്യങ്ങളായിട്ട്. ഓക്കെ ഓക്കെ, എന്നാ നമുക്ക് 8 മണിക്ക്. എന്നിട്ട് നമ്മൾ, കാരണം ഇത് വളരെ ഒരു വലിയ വിഷയമായതുകൊണ്ട് സെക്കൻഡ് പാർട്ട് അത്യാവശ്യമാണ്. കാരണം സമഗ്രമായിട്ട് എടുത്തില്ലെങ്കിൽ ഒരു കാര്യം ഉണ്ടാവില്ല ഇതില്. സമഗ്രമായിട്ട് എടുക്കുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു വളരെ പ്രധാനപ്പെട്ട ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, സെന്റിമെന്റൽ ഇഷ്യൂ ആണ് ഇത്. അപ്പൊ സെന്റിമെന്റൽ ഇഷ്യൂ ആകുമ്പോ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? അതിന് സെന്റിമെന്റലിന് നിസ്സാര എവിടെ തൊട്ട്, അതായത് എന്താ അങ്ങനെ ഒരു ചൊല്ലുണ്ടല്ലോ അല്ലെ, എവിടെ തൊട്ടാലും വേദനിക്കും അല്ലെ, അങ്ങനത്തെ ഒരു പ്രശ്നമാണ്. അപ്പോ അതിനെ സമഗ്രമായിട്ട് മനസ്സിലാക്കിയിരുന്ന് നമുക്ക് മുന്നോട്ട് പോകണം. ഈ ഒരു ഇതുണ്ടല്ലോ, ഡോമിനൻസ്, പവർ അല്ലെ, ഓർ ഡോമിനൻസ്, ഇത് കുടുംബങ്ങളില് അല്ലെങ്കിൽ വൈവാഹിക ബന്ധങ്ങളിൽ വളരെയധികം കാണുന്ന ഒരു കാര്യമാണ്. പിന്നെ അത് സംഘർഷങ്ങളെ നമ്മൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. പെട്രിയാർക്കിൽ അല്ലെ, ഈ ഭാര്യ അപ്പൊ ആ രീതിയിൽ വരുമ്പോ തൊഴിലിടങ്ങളിൽ വളരെയധികം തൊഴിലാളി അതുണ്ട്. രക്ഷാകർത്തക്കാരുടെ സ്ഥിരം പരിപാടി അതല്ലേ, കുട്ടികളോട് കാണിക്കുന്നതല്ലേ. രക്ഷാകർത്തക്കൾക്ക്, അതല്ല അച്ഛനും അമ്മയ്ക്കും കൂടുതൽ പവർ ഉണ്ട്, കുട്ടികൾ നിസ്സായരാണ്.
ആ ബന്ധത്തില് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ദാമ്പത്യ ഇതിൽ സമാവാക്യത്തിൽ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഭാര്യ അടിച്ചമർത്തപ്പെടുകയാണ്, അല്ലെ? അല്ലെങ്കിൽ കുട്ടികൾ അടിച്ചമർത്തപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കോൺഫ്ലിക്റ്റുകൾ ഇല്ലാതെയോ? അങ്ങനത്തെ കുട്ടികളാണ് വേറെ സമുദായത്തിലും വേറെ മതത്തിലും അല്ലെങ്കിൽ വേറെ നാട്ടിൽ നിന്നും കല്യാണം കഴിക്കും, അത് വിട്ടുപോകുന്നത്. അതാണ് സത്യം. അതുപോലെ തന്നെ അങ്ങനത്തെ ഭാര്യമാരാണ്, അങ്ങനത്തെ ഉള്ള കുടുംബങ്ങളാണ് നല്ല കുടുംബമല്ലാതെ ലാസ്റ്റ് ലോഞ്ചിങ് സ്റ്റേജില് ഫെയിലിയർ ആവുന്നത്. അതായത് നല്ല കുട്ടികൾക്ക് ജന്മം കൊടുക്കാതിരിക്കുന്നത് അത്തരത്തിലുള്ള കുടുംബങ്ങളാണ്. അപ്പൊ അധികാരം നടപ്പുള്ള പുരുഷമതത്തിലോ ന്യൂനപക്ഷാണെങ്കിൽ അവകാശത്തിനായി നിർബന്ധം പിടിക്കുകയോ വഴിയോ ഈ രണ്ട് തരത്തിലുള്ള അധികാരം ഉണ്ടാക്കാം. അതായത് ഭൂരിപക്ഷം, അതായത് ഇപ്പൊ ഒരു ഭർത്താവ് ഭാര്യയെ അനുസരിക്കണം. പെട്രിയാട്രിക് സമൂഹത്തിൽ അങ്ങനെയാണ് പറയുന്നത്. ഇപ്പൊ ഭൂരിപക്ഷവും ഭർത്താവ് ഒരെണ്ണം കൊടുത്തു കഴിഞ്ഞാൽ നല്ലത്. ഇപ്പൊ പൊതുവേ ഇല്ലേ ഭർത്താവ് ഭാര്യനെ അടിക്കുന്നതിന് അനുകൂലിക്കുന്ന അതൊക്കെ ഇതാണ് ഭൂരിപക്ഷം. അത് കുഴപ്പമുണ്ടാക്കില്ല, അതുകൊണ്ടാണ് അങ്ങനെയാണത്. അതുകൊണ്ടാണ് ശരിയാവുന്നത്, അതെ ഇത് വരുന്നത്. പിന്നെ ന്യൂനപക്ഷ അവകാശത്തിന് നിർബന്ധം പിടിക്കുക, പോരാടുക, അവിടെയും ആധിപത്യം ഉണ്ടാവാം. ചില അവസരത്തിൽ അധികാരവും ആധിപത്യവും കോൺഫ്ലിക്റ്റുകൾ ഇല്ലാതാക്കാൻ, താൽക്കാലികമായെങ്കിലും ഇല്ലാതാക്കാൻ വിജയിക്കൊക്കെ തന്നെ സമാധാനം ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഈ ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം. ഒത്തുതീർപ്പോ ചർച്ചയോ? കോൺഫ്ലിക്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു ചർച്ച എന്നിട്ടൊരു ഒത്തുതീർപ്പ്, അതൊരു പറ്റുന്ന കാര്യമല്ലേ? അത് വിജയിക്കും. അതില് ചിലപ്പോൾ മോശം ഫലങ്ങൾ ഉണ്ടാക്കാതില് കൂടുതൽ നമ്മള് ഇതിലേക്ക് വരുമ്പോൾ അത് മോശം ഫലങ്ങളിലേക്ക് കൊണ്ടുപോകാം. ഒരു ഒത്തുതീർപ്പ് വരുമ്പോ എന്താണ്, രണ്ടു കൂട്ടർക്കും ഒരുപോലെ നേട്ടങ്ങൾ കിട്ടിയെന്ന് വരില്ല. കുറച്ച് എന്തെങ്കിലും നഷ്ടം ഒരു ഭാഗത്തേക്ക് വേണ്ടി വരും. അങ്ങനത്തെ കാര്യങ്ങളെ ഒത്തുതീർപ്പുണ്ടാവുള്ളൂ. അപ്പോ ചിലപ്പോ ഭാവിയിൽ ഈ നഷ്ടപ്പെടുന്നതിന് വളരെ ദുഃഖിച്ചും കൊണ്ട് അതും കൊണ്ട് ഈ കുടുംബജീവിതത്തില് കമ്മിറ്റ്മെന്റ് കുറച്ച് പരസ്പര വിശ്വാസം നഷ്ടപ്പെടുത്തുന്ന രീതിയും ഈ സൊല്യൂഷന് ഉണ്ടാകാം. സമന്വയവും സഹകരണവും, ഇന്റഗ്രേഷൻ ആൻഡ് കൊളാബറേഷൻ, ഇത് ഒരുപക്ഷെ വളരെ നല്ല ഐഡിയൽ ആയിട്ടുള്ള, ഇത് ഇത്രയും പറയുന്നത് വെച്ചാല് ഈ കൗൺസിലർ അല്ലെങ്കിൽ മീഡിയേറ്റർ ഏതാണ് ആ കുടുംബത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിനു വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. കോൺഫ്ലിക്റ്റുകൾ ഇല്ലാത്ത നമ്മളെ ചില കുടുംബങ്ങളുണ്ട്. ആ കുടുംബങ്ങൾ കോൺഫ്ലിക്റ്റുകൾ ഇല്ല എന്നൊക്കെ അഭിമാനിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കും ഇത് മനസ്സിലാക്കാൻ പറ്റും. അവരിലെ കോൺഫ്ലിക്റ്റുകൾ ഇല്ലാതാക്കാൻ കഴിയില്ല, ഇല്ലാതാക്കാനല്ല, തീരെ ഇല്ലാതാക്കാൻ കഴിയില്ല. ഉണ്ടാകും. ഉണ്ടായില്ലെങ്കിൽ ജീവിതമല്ല, മനുഷ്യ ജീവിതമല്ല. അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിലാണ് നമ്മളുടെ വിജയം. നമ്മൾ ഭൂമിയിൽ സ്വർഗമാക്കണമെങ്കിൽ കോൺഫ്ലിക്റ്റുകൾ നന്നായി കൈകാര്യം ചെയ്യണം. കോൺഫ്ലിക്റ്റുകൾ നന്നായി കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഭൂമി നരകമാകും, അല്ലെങ്കിൽ ജീവിതം നരകമാകും എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ മറ്റൊരാളുടെ വീക്ഷണത്തെ ആദ്യം അംഗീകരിക്കലും അയാളുടെ താല്പര്യത്തെ കഴിവിനെ അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ രീതി. അത് നേരത്തെ പറഞ്ഞു, വീക്ഷണത്തിന് പെർസ്പെക്റ്റീവ് ഒക്കെ നമ്മൾ ചെയ്യണം. എംപതിക് ആവാന്നൊക്കെ പറഞ്ഞു. രണ്ട് ഭാഗത്തുള്ള കക്ഷികൾ നെഗറ്റീവും പോസിറ്റീവായി വ്യതിചലിച്ച സ്ഥാനത്ത്, രണ്ട് ഭാഗത്തുമുള്ള കക്ഷികളുടെ നെഗറ്റീവും പോസിറ്റീവായുള്ള വ്യതിചലിച്ച സ്ഥാനത്ത് ഉൾക്കൊള്ളുന്നു. നെഗറ്റീവിനെയും കണ്ടിട്ട് പോസിറ്റീവിനെ നമ്മൾ സാധാരണ ഉൾക്കൊള്ളാറുണ്ടല്ലേ, നെഗറ്റീവിനെ ഒരിക്കലും ഉൾക്കൊള്ളാറില്ല. എന്നാൽ ഈ ഞാൻ വേറെ ഉലയനാഥ് സാറിനെ കാണുമ്പോൾ ഉലയനാഥ് സാറിന്റെ പോസിറ്റീവ് എനിക്ക് ഇഷ്ടം, വളരെ താല്പര്യം. നല്ലതായിട്ട് ക്ലാസ് എടുക്കും, നല്ലൊരു കൗൺസിലറാണ്. പക്ഷെ ഉലയനാഥ് സാറിനോട് അടുത്ത് കഴിഞ്ഞാലാണ് ഉലയനാഥ് സാറിന്റെ നെഗറ്റീവ് അറിയാൻ പറ്റുള്ളൂ. ആ നെഗറ്റീവിനെ എനിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. പക്ഷെ അതും കൂടി ഉൾക്കൊണ്ടാലല്ലേ ഉലയനാഥ് സാറിനെ ഞാൻ ഉൾക്കൊള്ളുന്നുള്ളൂ. എനിക്ക് ഉലയനാഥ് സാറിനായിട്ട് നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അവിടെയാണ് അതിന്റെ കാര്യങ്ങൾ. നെഗറ്റീവ് അതെ അതെ. സഹകരണവും ഒന്നിച്ചുള്ള നിലനിൽപ്പും ഉറപ്പാക്കാനായി അഡ്ജസ്റ്റ് ചെയ്യാനും മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു. അപ്പൊ ഇത് രണ്ടും മനസ്സിലാക്കി, രണ്ടിനും നമ്മൾ ഉൾക്കൊണ്ടിട്ട് അതിനായിട്ട് ഡീൽ ചെയ്യാൻ നമ്മൾ പഠിച്ചേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഫലപ്രദവുമായ പ്രതിജ്ഞാബദ്ധത അത്യാവശ്യം, തീരുമാനങ്ങൾ ദീർഘകാല ഫലപ്രവൃത്തി ഉറപ്പുവരുത്തുകയും അത്യാവശ്യം. ഇതിനനുസരിച്ച് നമ്മൾ തീരുമാനങ്ങൾ എടുക്കണം.
നമ്മള് നെഗറ്റീവിനും പോസിറ്റീവിനും ഒക്കെ കണ്ടിട്ടൊരു ആ മനുഷ്യരുടെ, എന്നിട്ട് ആ കാര്യങ്ങളൊന്ന് വ്യത്യസ്തമായി വിലയിരുത്തിയിട്ട് നമ്മൾ ഒരു ഇതിലേക്ക് കൊണ്ടുപോകണം. ഓക്കെ ഓക്കെ. ഇനി മധ്യസ്ഥത്തിന്റെ പ്രക്രിയയാണുള്ളത്, സ്റ്റെപ്പുകൾ, ഒരു 6 സ്റ്റെപ്പുകളുണ്ട്. അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞ പോരെ? ഓക്കെ സാർ, ഓക്കെ ഓക്കെ, അത് മതി. അല്ലേ സാർ? അല്ലേ? മതി മതി, അത് മതി. ഓക്കെ. ഓക്കെ ഓക്കെ, അടുത്ത ക്ലാസ്സിൽ പറയാം. ഇപ്പൊ തൽക്കാലം നിർത്താം അല്ലേ? യെസ്. ഓക്കെ. ഓക്കെ സാർ, താങ്ക് യു. വളരെ ഗഹനമായ ഒരു വിഷയമാണ് സാറ് പറഞ്ഞ ഓരോ സ്ലൈഡുകളും അത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഒത്തിരി കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാനുമുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസങ്ങളോളം ഈ കാര്യത്തെ ചർച്ച ചെയ്ത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. കാരണം എല്ലാവർക്കും ഒത്തിരി അനുഭവങ്ങളുണ്ട്. അനുഭവങ്ങളുടെ തലത്തിൽ നിന്നുകൊണ്ട് നമുക്കിതിനെ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാം. ഓരോ അനുഭവങ്ങളിൽ നിന്നും ഒത്തിരി പുതിയ പുതിയ സന്ദേശങ്ങൾ ലഭിക്കും. ആ സന്ദേശങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടെ രണ്ട് പാർട്ടിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാൻ കാണും. പലതും പ്രശ്നങ്ങളായിരിക്കാം. പക്ഷെ പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു വരാനുള്ള മാർഗങ്ങളാണ് കൃത്യമായിട്ട് ആരാഞ്ഞ് മനസ്സിലാക്കുന്നത്. അത് തന്നെയാണ് കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ കാണേണ്ടത്. അപ്പൊ അതിനെയാണ് നമ്മൾ മുൻകൂട്ടി മനസ്സിലാക്കുകയും അതിന് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാൻ കഴിയും. പക്ഷെ ഒത്തിരി ചോയ്സുകളുണ്ട്. ഇതിലെ ചോയ്സ് ഉപയോഗിച്ചാൽ ഈ പ്രശ്നത്തിന് പുറത്തെയാണ്. ഇതിനെ തിരിച്ചറിയുക എന്നുള്ളത് തന്നെയാണ് ഈ മെത്തഡോളജി ഉപയോഗിക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർക്ക്. ഓക്കെ, താങ്ക് യു സാർ. വളരെ മനോഹരമായി സാർ അത് പറഞ്ഞു. തീർച്ചയായിട്ടും നമുക്ക് ഒത്തിരി ചർച്ച ചെയ്യാനുണ്ട്. എനിക്ക് തോന്നുന്നു ജോഷ് സാർ റെഡി ആയിരിക്കുകയെന്ന് തോന്നുന്നു. ജോഷ് സാർ തുടങ്ങിക്കോ. സാർ, ഒരു കാര്യം ചോദിച്ചോട്ടെ? ഏതെങ്കിലും സ്ലൈഡില് മനസ്സിലാവാത്ത, അതായത് സ്ലൈഡ് സ്റ്റോപ്പ് ചെയ്യണോ അതോ സ്ലൈഡിൽ വെക്കണോ? ക്ലിയർ ആണ് സാർ, എല്ലാ സ്ലൈഡുകളും വളരെ ക്ലിയർ. നമുക്കത് റെക്കോർഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ മാത്രമേ ഉള്ളൂ. സ്ലൈഡ് ഷെയറിംഗ് ഞാൻ സ്റ്റോപ്പ് ചെയ്യട്ടെ? ഓക്കെ സാർ, ഓക്കെ. ജോഷ് സാർ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ. അപ്പൊ ആദ്യ വിളി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഏതായാലും കാലിക പ്രസക്തിയുള്ള ഒരു വിഷയം തന്നെയാണ്. ഈ കാലയളവ് അല്ലെങ്കിൽ ഓരോ ദിവസവും മുന്നോട്ട് പോകുമ്പോൾ ഈ പ്രശ്നം കുറെ കൂടി സങ്കീർണമായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ചില വാർത്തകൾ കേൾക്കുമ്പോഴും സമീപകാല അനുഭവങ്ങളും എന്നെ ബോധിപ്പിക്കുന്നത്. അപ്പൊ എനിക്ക് ചോദിക്കാൻ ഉള്ള ഒരു കാര്യം, ഇത് അഡ്രസ്സ് ഇനിയിപ്പോ സാർ ഒരു ക്ലാസ്സിൽ എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇന്നത്തെ ന്യൂ ജനറേഷൻ ഈ കാലയളവിൽ മക്കളില്ലാത്ത ഒരവസ്ഥ സ്വാഭാവികമായി കണ്ടുവരുന്ന ഒരു രീതി കാണും. ചില ആളുകൾ കല്യാണം കഴിഞ്ഞിട്ട് കുറെ വർഷങ്ങളായിട്ട് മക്കളില്ല. പിന്നെ ചില ആളുകൾ മക്കൾ വേണ്ട എന്ന് വിചാരിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഉണ്ടെന്ന് വേണം ചില ഇടങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഈ രണ്ടവസ്ഥകൾ, മക്കള് സ്വാഭാവികമായി ഉണ്ടാകാത്തതും വേണ്ടെന്ന് വയ്ക്കുന്നതും, ഈ അവസ്ഥയിൽ ഈ പ്രശ്നത്തിന്റെ രൂക്ഷത എത്രമാത്രമായിരിക്കും? അതിനെന്തെങ്കിലും പഠനങ്ങളോ അത്തരം കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയുള്ള ആളുകളുടെ ഇടയിലെ മധ്യസ്ഥർ, അതാണല്ലോ ഇവിടുത്തെ വിഷയത്തിന്റെ ഒരു പോയിന്റ് അവിടെ ആണല്ലോ. അത്തരം സാഹചര്യങ്ങളിലെ മധ്യസ്ഥർക്ക് ചെയ്യാനുള്ള റോള് എത്രമാത്രമാണ്? പരിമിതമാണോ അതോ ധാരാളമുണ്ടോ എന്നുള്ള ഒരു കാര്യം കൂടിയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഓക്കെ സാർ. സാർ പറഞ്ഞത് വളരെയധികം പ്രസക്തമാണ്. ഇപ്പൊ പുതിയ തലമുറയില് അങ്ങനെ ഒരുപാട് വ്യത്യസ്തമായ വിപ്ലവകരമായുള്ള വീക്ഷണങ്ങളുണ്ട്. അത് എങ്ങനെയൊക്കെയാണ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കൂടി പറ്റൂല. നമ്മളെ മക്കളും ഒക്കെ ഏത് രീതിയിലൊക്കെയാണ് ചിന്തിക്കുന്നതും അതുപോലെ നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ചിന്താഗതികളാണ് അവർക്കുള്ളത്, പുതിയ തലമുറയ്ക്കുള്ളത്. ജനറേഷൻ ഗ്യാപ്പ് അത് അപ്പോ ഇത് ഇപ്പൊ സാറ് പറഞ്ഞത് ഒരു രണ്ട് വ്യക്തിത്വങ്ങൾ തമ്മിൽ വിവാഹം കഴിക്കുന്നു. ഓരോ വ്യക്തിത്വവും എന്താണ് പറയുക, നമുക്കറിയാം യുണീക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ. പക്ഷെ
ഇവർ രണ്ടുപേരും തമ്മിലുള്ളത് ഇപ്പൊ കുട്ടികളുടെ കാര്യമാണ് സാർ പറയുന്നത്. കുട്ടികൾ വേണ്ട അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാകുന്നില്ല അവർക്ക്. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നം കോൺഫ്ലിക്റ്റ് ആവുമ്പോൾ, അഭിപ്രായ വ്യത്യാസത്തിൽ നിന്ന് തുടങ്ങിയിട്ട് അത് സംഘർഷത്തിലേക്ക് നയിക്കുമ്പോഴാണ് പ്രശ്നമാവുന്നത്, വൈവാഹിക പ്രശ്നം ഉണ്ടാവുന്നത്. നമ്മുടെ വിഷയം ഇവിടെ വൈവാഹിക പ്രശ്നമാണ്. ഇപ്പോ ഭാര്യയും ഭർത്താവും കൂടി തീരുമാനിക്കുകയാണ്, ഞങ്ങളുടെ വിവാഹത്തിൽ ഞങ്ങൾക്ക് കുട്ടികൾ വേണ്ട എന്ന് ഭാര്യയും ഭർത്താവും കോൺഫ്ലിക്റ്റ് ഇല്ലാതെ തീരുമാനിക്കുകയാണ്. അതിന് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല, അത് അവരുടെ തീരുമാനമാണ്. അത് മൂല്യത്തിൽ, അപ്പൊ അതില് സാറ് കാണുന്നതില് മൂല്യത്തിന്റെ സംഘർഷം അവരും സാറും തമ്മിലുണ്ടാണ്. അപ്പോ അതിന് വാല്യൂ ഇല്ല സാറേ. ഇപ്പോ ഒരു വൈവാഹിക പ്രശ്നത്തിനെ കൗൺസിൽ ചെയ്യുമ്പോ ആ കുടുംബത്തിലെ ആൾക്കാരെ കൗൺസിൽ ചെയ്യാറുള്ളൂ, അല്ലാതെ അനുബന്ധ കുടുംബങ്ങളെ നമ്മൾ ഒഴിവാക്കണം ചെയ്യാം. അവര് വേറെ കുടുംബമാണ്. ഭാര്യയുടെ അച്ഛനാണ്, ഭാര്യയുടെ അമ്മയാണ്, ഒക്കെ ശരി തന്നെ, വളരെ അടുത്ത ബന്ധമാണ് ഭാര്യയായിട്ടുള്ള ബന്ധം. അല്ലെങ്കിൽ ഭർത്താവിന്റെ അച്ഛനാണ് അമ്മയാണ്, അല്ലെങ്കിൽ അമ്മാവനാണ് അമ്മായിയാണ്, ഇവരൊക്കെ വളരെ വളരെ അടുത്ത ബന്ധങ്ങൾ തന്നെയാണ്. പക്ഷെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസം കോൺഫ്ലിക്റ്റ് ആയിട്ട് വരുമ്പോൾ അതിൽ ഇവർക്ക് സ്ഥാനമില്ലെന്നാണ് നമ്മൾ പറയാറുള്ളത്. നമ്മൾ അവരായിട്ട് സംസാരിക്കാൻ തന്നെ ചിലപ്പോൾ പോയെന്ന് വരില്ല. അവരല്ലല്ലോ കാര്യങ്ങൾ നിശ്ചയിക്കേണ്ടി ഇവരുടെ കുടുംബത്തിലെ. ഭാര്യ ഭർത്താവ് അല്ലെങ്കിൽ ഒരു മോൻ സ്വന്തം മോനാണ്, ഒക്കെ ശരി തന്നെ, നമ്മൾ വളർത്തിയ മോനാണ്, ഒക്കെ ശരിയാണ്. വേറൊരു വിവാഹ ബന്ധത്തിലേക്ക് പോകുമ്പോൾ ഒരു വ്യത്യസ്ത കുടുംബം അവർ സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ വിടുകയാണ് വേണ്ടത്. അച്ഛൻ അല്ലെ അമ്മയ്ക്ക് സ്നേഹം ഉണ്ടെങ്കിൽ. അപ്പോൾ സാർ ഞാൻ പറഞ്ഞു തന്നത് സാറിന് ചോദ്യം ഇത്രേ ഉള്ളൂ, ഞാനതിലേക്ക് കാട് കയറുന്നില്ല. അതായത് സാറ് പറഞ്ഞത് ഇത്രേ ഉള്ളൂ, ഇങ്ങനെ കുട്ടികൾ വേണ്ട, കുട്ടികൾ വേണ്ട. ഇത് തെറ്റോ ശരിയോ എന്ന് ചിന്തിക്കാനും തീരുമാനം എടുക്കാനുള്ള അവകാശം അവരുടേതാണ്. അതില് അവര് തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അതിനെ ഡീൽ ചെയ്യണം. പിന്നെ സാറ് പറഞ്ഞ ഈ കാര്യത്തില് സെയിം സാറിന്റെ അതേ മനോഭാവം പങ്കുവയ്ക്കുന്നതിനാണ് ഞാൻ. നമ്മുടെ മോൻ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു ഗ്രാൻഡ് ഫാദർ ആവണമെന്നാണ് എല്ലാ അച്ഛൻ്റെയും വലിയ ആഗ്രഹം. പക്ഷെ ഇവരുടെ ചിന്താഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് പറയുന്നത് പ്രൊമോഷൻ കിട്ടിയിട്ട് മതി മോൻ കുട്ടി, അല്ലെങ്കിൽ മറ്റേ കൂടുതൽ സാമ്പത്തിക വ്യവസ്ഥയായിട്ട് കൂടുതൽ എന്നിട്ട് മതി കുട്ടികൾ. അപ്പൊ ഈ ഫാമിലിയൽ, അത് കോൺജുഗൽ റിലേഷൻഷിപ്പിലോട്ട് ഇതിലോട്ട് പോവാണ്. അതായത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന കുടുംബ നിലവാരത്തിലേക്ക് പോകും. അതായത് കുട്ടികൾ, മാതാപിതാക്കളും കുട്ടികൾ, അങ്ങനെയുള്ള ഒരു ബന്ധത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നമ്മളുടെ കുടുംബത്തിന്റെ നിലവാരം. നമ്മളൊന്ന് ചിന്തിക്കണം അങ്ങനെയാണ്. പക്ഷെ പുതിയ തലമുറ, പുതിയ കുടുംബങ്ങൾ, പുതിയ അണുകുടുംബങ്ങൾ ചിന്തിക്കുന്നത് ഭാര്യ ഭർത്തൃ ബന്ധത്തിനാണ് കൂടുതൽ പ്രാധാന്യം. അല്ലാതെ ഈ എന്താണ് പറയാ, കുട്ടികൾ അച്ഛനും അമ്മയും അങ്ങനെയുള്ള ബന്ധത്തിനല്ല കൂടെ. അപ്പൊ അതാണ് ഇവരിങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്നത്. നേരത്തെ തന്നെ കുഞ്ഞിക്കാല് കാണണം, അല്ലെങ്കിൽ കുടുംബത്തില്. ഇതൊക്കെ പണ്ടത്തെ കൂട്ടുകുടുംബത്തിന്റെ തത്വശാസ്ത്രങ്ങളായിട്ടാണ് വരുന്നത്. അപ്പൊ ഇതാണ് സാർ യാഥാർത്ഥ്യം. ഇന്നത്തെ യാഥാർത്ഥ്യം ഇതാണ് സാർ. നമുക്ക് അതങ്ങ് അംഗീകരിച്ചു മുന്നോട്ട്. പക്ഷെ ഈ പ്രശ്നം ഉണ്ടാവുന്നു. ഇപ്പൊ സാറ് പറഞ്ഞതിന്റെ ഇത് ഞാൻ പങ്കുവയ്ക്കുന്നു. സാറിന്റെ മനസ്സ് ഞാൻ മനസ്സിലാക്കുന്നു. അതേ മനസ്സാണ് എനിക്ക്, സാറിന്റെ അതേ മനസ്സ് തന്നെയാണ് എനിക്ക്. നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇങ്ങനെ ഒരു ചിന്താഗതി ഇവരുടെ ഇപ്പൊ കോൺഫ്ലിക്റ്റ് അവർക്ക് ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും ഇവരുടെ പിന്നീടുള്ള ജീവിതത്തിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും സാർ, സംഘർഷം. അപ്പൊ ഇപ്പോ അവർക്ക് കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിൽ അവരെ തീർക്കണം, അല്ലാതെ അങ്ങനെ തീരുമാനത്തിലെത്തരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും സാധ്യതകൾ ഉണ്ടെങ്കിൽ അത് തീർക്കാതെ കുട്ടികൾ പിന്നെ മതി അല്ലെങ്കിൽ തീരെ വേണ്ടെന്ന് അവര് ഒരിക്കലും ചിന്തിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. സാറേ, എന്റെ ചോദ്യത്തില് ഞാൻ ഉദ്ദേശിച്ചത് മറ്റൊരു തലമാണ്. അതായത് ഇങ്ങനെ ഉള്ളവരുടെ ഇടയിലാണോ അതോ നമ്മുടെ ഈ മക്കളുള്ളവരുടെ ഇടയിലാണോ പ്രശ്നം കൂടുതലായിട്ട് കാണുന്നത്? ഇനി ഇങ്ങനെ ഉള്ളവരുടെ ഇടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് പരിഹരിക്കുക എളുപ്പമാണോ? അവിടെ മധ്യസ്ഥന്മാരെ ക്കുള്ള
സാധ്യത എത്രമാത്രമാണ്? ഇതായിരുന്നു എന്റെ ചോദ്യം. സാർ, ഇത് കുട്ടികളുണ്ടായി കഴിഞ്ഞാൽ ദാമ്പത്യത്തില് കൂടുതൽ നന്നാവുകയും ചെയ്യും. അതായത് ഒരു സാമാന്യ വ്യക്തി ഉള്ള കാര്യമാണ്. കുട്ടികൾ ഉണ്ടാവുന്നത് നല്ലതാണ്. ഈ വൈവാഹിക ജീവിതം നന്നാവാണ് ചെയ്യുക, കൂടുതൽ ഉറക്കുകയാണ് ചെയ്യുക. പക്ഷെ അതിനോടൊപ്പം അതല്ലാതെ ഇപ്പൊ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കില് പിന്നെ ഇക്കാര്യം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു സാർ, ഇക്കാര്യം ഒരു കോൺഫ്ലിക്റ്റ് ആകുമ്പോഴാണ് പ്രശ്നമുള്ളത്. അതൊരു സംഘർഷമാകുമ്പോൾ മാത്രമേ പ്രശ്നമുള്ളൂ. അല്ലെങ്കിൽ അതൊരു പ്രശ്നം. അതിന്റെ തനത് പ്രശ്നങ്ങൾ ഇതിനൊന്നും അല്ല. തനത് പ്രശ്നങ്ങളായിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട് പുതിയ തലമുറയുടെ വൈവാഹിക ജീവിതത്തില്. അതാണ് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത് സാർ. അതാണ് ഉണ്ടാക്കുന്നത് സാർ. അതാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കോമ്പൗണ്ടിങ് ഇഫക്റ്റ് ആണ്. ഒന്നുണ്ടെങ്കിൽ തുടർന്ന് അത് കൂടി കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഓക്കെ സാർ. ഹായ് സാർ, സാറിന്റെ ക്ലാസ് വളരെ ഇഷ്ടമായി. ഞാൻ ധാരാളം ഇങ്ങനെയുള്ള കേസുകൾ ഞാൻ ഡീൽ ചെയ്തിട്ടുണ്ട്. എന്റെ അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കിയത് ഒരു തേർഡ് പേഴ്സൺ ഈ ഫാമിലിയിൽ കയറുമ്പോഴാണ് അവിടെ പ്രശ്നം ഉണ്ടാവുന്നത്. തേർഡ് പേഴ്സണ് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ ഒരിക്കലും തേർഡ് പേഴ്സൺ ഇമ്പോർട്ടൻസ് കൊടുക്കരുത്. അപ്പൊ ഒന്നിക്കൽ അമ്മായിയമ്മ അല്ലെ സിസ്റ്ററിൻലോ അല്ലെങ്കിൽ പുറത്തുള്ള ആരെങ്കിലോ ഒരു ഫ്രണ്ട് ആയാലും നമ്മൾ ഈ അടുത്തൊരു ദിവസം ഒരു ബാങ്ക് ഓഫീസറും ഭാര്യയും വന്നത്. എന്താ കേസ് എന്ന് വെച്ചാൽ ഭാര്യ ഭയങ്കര പെട്ടെന്ന് ശോഭിക്കുന്നു എന്നാ പറയുന്നത്. ഭാര്യയ്ക്ക കുഴപ്പമൊന്നും. ഇപ്പൊ ഞാൻ സംസാരിച്ചപ്പോ എനിക്ക് മനസ്സിലായേ ഭാര്യയ്ക്കല്ല പ്രശ്നം. കാരണം ഇയാൾ എവിടെ പോകുന്നത് ഇയാളെ ഫ്രണ്ടിനെ കൂട്ടിയിട്ടാ പോവുക. ഇവര് ടൂർ പോവുകയാണെ അപ്പോൾ ഫ്രണ്ട് ഉണ്ടാവും. അപ്പൊ ഇവര് പറഞ്ഞ ഞങ്ങളെ ഫാമിലിയിൽ എനിക്കൊരു ഇതില്ല, ഒരു സീക്രസി കിട്ടുന്നില്ല. ഇയാൾ ഇങ്ങനെ ഈ ഫ്രണ്ട് അയാൾക്ക് ഒരു പേടി. അതായത് ചെറുപ്പത്തിൽ ഇയാൾ എന്താണെങ്കിലും ഇയാൾ സാധു മനുഷ്യനാണ്, പയ്യനാ, 36 വയസ്സേ ഉള്ളൂ. പക്ഷെ എന്താണെങ്കിലും അമ്മയൊക്കെ ഇവനെ ഇങ്ങനെ വല്ലാണ്ട് പെറ്റായി വളർത്തിയിട്ട് ഇവൻ ഒറ്റയ്ക്ക് പോകാൻ ഒരു ഗട്ട്സ് ഇല്ല. അതിനാണ് ഇയാള് ഫ്രണ്ടിനെയും കൂട്ടി പോകുന്നത്. ഇവളെ പ്രശ്നം അതാണ്. അത് നേരിട്ട് അവൾക്ക് പറയാനുള്ള മടി കൊണ്ട് പല രീതിയിൽ അവളെ ക്ഷോഭം കാണിക്കുക. പിന്നെ ഞാൻ മനസ്സിലാക്കിയ വേറൊരു പ്രശ്നം, വെറുതെ സംശയം വരികയില്ല. അധികം സംശയങ്ങൾ വരാനുള്ള കാരണങ്ങൾ ഉണ്ടാക്കിയിരിക്കും. ഒരിക്കൽ സംശയം വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ദാമ്പത്യ ജീവിതം അവസാനിക്കുന്നവരെ ആ സംശയത്തിനെ കണി അവിടെ തന്നെ കിടക്കും. പിന്നെ പിന്നെ പേഴ്സണാലിറ്റിയുടെ ഡിഫറൻസ്. ആ ടിയിലുള്ള ശരിക്കില്ലേ, ചിലര് അങ്ങനെയാണെങ്കിൽ ചൈൽഡ് ഈഗോ കൂടുതൽ ഉണ്ടാവും, പാരന്റ് ഈഗോ കൂടുതൽ. ഇത് രണ്ടുപേരും നല്ല വ്യത്യാസം ഉണ്ടാകുന്ന ഭയങ്കര പ്രശ്നമായിരിക്കും. അവിടെ അടി ഉണ്ടാവും. പിന്നെ ഈഗോ ക്ലാഷ്, അതായത് അച്ഛൻ അമ്മയെ ഇൻസൾട്ട് ചെയ്ത് കേട്ട് വളർന്ന കുട്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും അവൻ ഭാര്യനെ വളരെ ഡിസ്റെസ്പെക്റ്റോട് കൂടി സംസാരിക്കും. ഈ കുട്ടിയാണെങ്കിൽ വീട്ടിൽ ഭയങ്കര രാജ്ഞിയായിട്ട് വളർന്നായിരിക്കും. അപ്പൊ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഭർത്താവ് ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്നത് ആ കുട്ടി വെച്ചു കൊടുക്കൂല. പണ്ടത്തെ രീതിയിലല്ലല്ലോ പണ്ട് സീതാദേവീന്റെ മാതിരി ആണോന്നൊക്കെ പറഞ്ഞ് നമ്മളൊക്കെ വളർത്തിയേ. പക്ഷെ ഇപ്പോഴത്തെ തലമുറനെ ഭയങ്കര ധൈര്യശാലികളായിട്ടാണ്, നല്ല കോൺഫിഡൻസ് ഉള്ള കുട്ടികളായിട്ടാണ് ഇപ്പോഴത്തെ കുട്ടികൾ വളരുന്നത്. അതൊരു വലിയ പ്രശ്നമാണ്. പിന്നെ മൊഡാലിറ്റിയിലെ ഡിഫറൻസ്, അതായത് ചിലര് ഭയങ്കര ഇതായിരിക്കും, വിഷ്വലായിരിക്കും. ഭർത്താവ് വിഷ്വലായിരിക്കും, ഭാര്യ കൈനസ്തെറ്റിക് ആയിരിക്കും. അപ്പൊ ആ മൊഡാലിറ്റിയിലെ വ്യത്യാസവും ഇവരെ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കാൻ വലിയൊരു കാരണമുണ്ട്. പിന്നെ ഇതന്നെ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പാണ് ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നം. ഭാര്യ അറിയാണ്ട് ഭർത്താവ് ഫോൺ ചെയ്യുക, ഭാര്യ ഫോൺ ലോക്ക് ചെയ്യുക, ഭർത്താവ് ലോക്ക് ചെയ്യുക. ഇതൊക്കെ ശരിക്കും ഭയങ്കര കാരണം തന്നെയാണ്. ശരിക്കും ഫോണൊക്കെ ഓപ്പൺ ആയിരിക്കണം. ഭാര്യക്ക് ഭർത്താവിന് ഭാര്യന്റെ ഫോൺ എപ്പോഴും തുറക്കാൻ പറ്റണം. ആ ഒരു ഇതില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? സംതിങ് ഈസ് ഹൈഡിങ്. അപ്പൊ അതൊക്കെയാണ് കോൺഫ്ലിക്റ്റിന്റെ കാരണങ്ങൾ ഞാൻ മനസ്സിലാക്കിയത്. ഇപ്പൊ പുതിയ തലമുറ കുറച്ച് എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിന് ഭയങ്കര ഇത് കൊടുക്കുന്നുണ്ട്. അതൊക്കെയാണ് ഇന്നത്തെ കോൺഫ്ലിക്റ്റ് തീരാത്തത്. ഓക്കെ സാർ, താങ്ക് യു വെരി മച്ച് സാർ. ഇത് വളരെ ശരിയായ കാര്യം തന്നെയാണ്. ഞാൻ പക്ഷെ ഇതിനെ ശാസ്ത്രീയമായിട്ടുള്ള ചില ഹെഡിങ്ങുകളിൽ ഒതുക്കി. അതാ ചെയ്തത്. ഇത് സാമാന്യമായിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞില്ല, ഓരോന്നോരോന്നായിട്ട് എടുത്ത് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇതിനെല്ലാം നമുക്ക് ഇപ്പൊ വാല്യൂ കോൺഫ്ലിക്റ്റ്, റിലേഷൻഷിപ്പ് കോൺഫ്ലിക്റ്റ്, അങ്ങനെ പല രീതിയിലേക്ക് ഞാൻ കാര്യങ്ങളെ കൊണ്ടുപോയി. അപ്പൊ അങ്ങനെ ആവുമ്പോ നമുക്ക് ഡീൽ ചെയ്യാൻ എളുപ്പമാണെന്നുള്ള എനിക്കത് ഞാൻ ചിന്തിച്ചത്. ഓക്കെ, നന്നായി മാം. ഓക്കെ സർ, താങ്ക് യു.
ഉലഹന്നൻ സാർ. സർ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടെ ഊന്നി പറയുകയാണ്. നമുക്ക് പരസ്പരം അണ്ടർസ്റ്റാൻഡിങ് എപ്പോൾ പോകുന്നു, അതോടുകൂടി അകൽച്ച വരികയാണ്. അവർ തമ്മിൽ മാനസികമായിട്ട് മാത്രമല്ല ശാരീരികമായ അകൽച്ചയും അവർ കൊണ്ടുപോകും. രണ്ടാമത്തെ കാര്യം, ഒരു ഇടനിലക്കാരൻ്റെ അടുത്തേക്ക് അല്ലെങ്കിൽ ഒരു കൗൺസിലറുടെ അടുത്തേക്ക് വരുന്നത് അവരുടെ മൂർധന്യത്തിലാണ്. ഏതാണ്ട് തകർന്ന് തരിപ്പണാകുമ്പോഴാണ് അയ്യോ ഇങ്ങനെ പോയാലോ എന്ന് ആർക്കെങ്കിലും തോന്നുന്നു. അപ്പോഴാണ് അവര് ഒരു കൗൺസിലറുടെ അടുത്തേക്ക് വരുന്നത്. അപ്പോഴേക്കും പരമാവധി കൈവിട്ടു പോയിട്ടുണ്ടാവും. അവിടെ കൗൺസിലറുടെ സന്ദർഭോചിതമായ ഇടപെടലുകൾ ഈ വ്യക്തിയോട് ഏൽപ്പിച്ചാൽ ഇത് നടക്കുമെന്ന് ബോധ്യം വന്നാൽ കലവറയില്ലാതെ തുറന്നു പറയും. അല്ല, അദ്ദേഹത്തിന്റെ ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ കൊണ്ട് ഈ മനുഷ്യന്റെ അടുത്ത് ഇരുന്ന് രക്ഷപ്പെടില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ കഴിഞ്ഞു, അയാൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അവരോടൊപ്പം ഉണ്ട് എന്ന് അയാൾക്ക് ബോധ്യം വന്നു കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ ചെയ്യാം. പിന്നെ കോൺഫ്ലിക്റ്റിനുള്ള മറ്റു പ്രധാനപ്പെട്ട ഒരു കാര്യം സാർ അത് സൂചിപ്പിച്ചെങ്കിലും ഞാൻ ഒന്നുകൂടെ എടുത്തു പറയുന്നു, സെക്ഷൽ ഡിസ്ഫങ്ഷൻ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ആൺകുട്ടി പ്രതീക്ഷയോടെ കയറി വരുമ്പം ഇത് ഉണങ്ങിയ കമ്പാണെന്ന് തോന്നുന്ന ആ നിമിഷം കളഞ്ഞു പൂർത്തിയാക്കുന്ന ഒരവസ്ഥയാണ്. ഇവിടെ കൗൺസിലർക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചാൽ അവർ സത്യസന്ധരായി, രണ്ടുപേർക്കും ഉണ്ടാവണമെന്നില്ല, ആർക്കെങ്കിലും ഒരാൾക്കായിരിക്കും സാധാരണ നിലയ്ക്കുള്ള ഒരു പ്രശ്നം വരും. സത്യസന്ധമായി അയാൾ അത് അഡ്മിറ്റ് ചെയ്യുന്നെങ്കിൽ 99% അഡ്മിറ്റ് ചെയ്യില്ല. എനിക്കൊരു പ്രശ്നമില്ല, കഴിഞ്ഞു. കാരണം കേട്ടിരിക്കുന്ന ആള് അയാളാണല്ലോ ഇത് അനുഭവിക്കുന്നത്. ഈ കള്ളന്റെ കൂടി ഇനി ജീവിച്ചിട്ട് എന്താ കാര്യം, അതും അടുക്കാതെ പോകും. സർ, അടുത്തൊരു പോയിന്റ്, ഈ ലെസ്ബിയൻ ആൻഡ് ഗേ ഈ രണ്ട് കൂട്ടരും ഇതിനിടയ്ക്കുണ്ട്. ബൈ സം ഫോഴ്സ് ദേ ഗോട്ട് മാരീഡ്. ഏറ്റവും എൻ്റെ അടുത്ത് വന്ന ഒരു കേസിനെ കുറിച്ചാണ് ഞാൻ പറയേണ്ടി വരുന്നത്. ഈ ലെസ്ബിയനായ ഒരു പെൺകുട്ടി കല്യാണം കഴിച്ചു. സർ, അവർക്ക് 2 കുട്ടികളുമുണ്ട്. ഇപ്പോഴും അവരുടെ മനസ്സ് അവര് വിവാഹത്തിന് മുമ്പ് ആസ്വദിച്ച ലൈഫ്, ലെസ്ബിയൻ ലൈഫ്, ഇവരിപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി അവരുടെ പഴയ ഒരു കൂട്ടുകാരിയുടെ അടുത്തേക്ക്. തിരിച്ച് ഈ വീട്ടുകാർ നിർബന്ധിച്ച് കൊണ്ടുവന്ന് പഴയ വിവാഹത്തിന് ശേഷമുള്ള 6 വർഷത്തെക്കുറിച്ച് ഒരു നല്ല കൗൺസിലർ അവരുടെ കൂടെ ഇരുന്നിങ്ങനെ പറഞ്ഞ് ഇപ്പൊ അവർ യോജിച്ചു. പക്ഷെ കൗൺസിലർ പറഞ്ഞു യു ഷുഡ് ബി വെരി കെയർഫുൾ. അപ്പൊ ഈ 2 സംസ്കാരത്തിലും പരാജയത്തിലേക്കുള്ള വഴി നമ്മുടെ മുൻപിലുണ്ട്. സർ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2 സൈഡിലുള്ള പേരൻസിന്റെ തോട്ടാണ്. എൻ്റെ മോളെ ഞാൻ ഇങ്ങനെയൊക്കെയാണ് വിട്ടത്, എന്തൊരു കഷ്ടം, അവൾ ചെന്ന് പെട്ടുപോയി എന്നൊരു ചിന്ത പേരൻസിന് വന്നാൽ അത് ഇൻജക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ആ കുട്ടിക്ക് ഒരു മനസമാധാനവും കിട്ടില്ല. അവസാനം അവൾ പൊട്ടിത്തെറിച്ച് അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് വരുമ്പം അവിടെ അതിനേക്കാൾ കഷ്ടമായ ഒരു അവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. ഓവർ പാമ്പറിങ് ഒരു കുട്ടിയുടെ കഥയാണ്. ഓവർ പാമ്പറിങ് ആയിരുന്നു. ആ കുട്ടിക്ക് സ്വന്തമായിട്ട് ഒരു ബക്കറ്റ് വെള്ളം എടുത്തുകൊണ്ട് വന്ന് ബാത്റൂമിൽ വെക്കാൻ കഴിയാത്തൊരു കുട്ടിയാണ്. കാരണം അവരുടെ വീട്ടില് എവിടെ സ്വിച്ചിട്ടാലും എന്താണോ ആഗ്രഹിക്കുന്നത് അത് വരുന്നുണ്ട്. ഭർത്താവിന്റെ വീട്ടിൽ അതിൻ്റെ അത്ര സൗകര്യങ്ങൾ ഇല്ല. അവള് തകർന്നു പോവുകയും ചെയ്തു. അത്തരം കാര്യങ്ങളിലേക്കും കൂടി നമ്മുടെ കണ്ണുകൾ ഓടിക്കുക ഒരു കൗൺസിലർ എന്ന നിലക്ക്. അത് എങ്ങനെ മാറ്റാം എന്നുള്ളത് വളരെ ശ്രമകരമായ ഒരു ജോലി തന്നെയാണ്, ക്ഷമയോടുകൂടി ചെയ്യേണ്ടത്. ഇതില് ഇപ്പോ നമ്മുടെ അടുത്ത് വരുമ്പോ ബോത്ത് 2 പേരുടെയും എക്സ്പെക്ടേഷൻ എന്താണെന്ന് ഞാൻ ചെയ്യാറ് എഴുതിപ്പിക്കലാണ്. സെപ്പറേറ്റ് ആയിട്ട് 2 ഷീറ്റ് കൊടുത്തിട്ട് മക്കൾ അങ്ങോട്ട് മാറിപ്പോയിരുന്നിട്ട് ഓപ്പോസിറ്റ് സൈഡിനെ കുറിച്ച് നിങ്ങളുടെ എക്സ്പെക്ടേഷൻ എന്താ, വൃത്തിയായി സത്യസന്ധമായി എഴുതണം എന്ന് പറയുക. എഴുതി കൊണ്ടുവന്ന ശേഷം അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും കൊടുക്കും. എന്നിട്ട് ഇതിൽ എത്ര ശരിയുണ്ടെന്ന് ഓരോരുത്തരും ആത്മാർത്ഥമായിട്ട് ടിക്ക് ചെയ്യാൻ പറയാം. അപ്പൊ അത് മാറ്റാൻ മാനസികമായ ഒരു അവസ്ഥ വരുന്നു എങ്കിൽ പ്രോബ്ലത്തെ നമുക്ക് കുറേയേറെ സോൾവ് ചെയ്യാനായിട്ട് കഴിയും. അവിടെ അവരുടെ സത്യസന്ധതയാണ്
നമ്മുടെ പ്രശ്നം, അവരുടെ സത്യസന്ധത. ഈ ഇടയ്ക്ക് നിൽക്കുന്ന ആൾക്ക് ഒരു ചെണ്ടയുടെ സ്ഥാനമേ ഉള്ളൂ, ആരടിച്ചാലും കൊള്ളുക. ചെണ്ടയ്ക്ക് അത്ര, പക്ഷെ ചെണ്ടയിൽ അടിക്കുമ്പോൾ വ്യത്യസ്തമായ സ്വരങ്ങൾ അവർ കേട്ട് അടി നിർത്തിയാൽ സന്തോഷം. ഈ വഴക്കുകളൊക്കെ ഒരു സ്വരമായിട്ട് നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ അവർ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ നന്മ അവർക്കാണ്, കൗൺസിലർക്കൊന്നുമില്ല. അയാളെ മൂടും തട്ടി ഉള്ള പൈസയും വാങ്ങിച്ചിട്ട് പറഞ്ഞായിരിക്കും. അവര് അത് മനസ്സിലാക്കുകയാണെങ്കിൽ അത് കൃത്യമായിട്ട് നടക്കുമെന്നുള്ളതാണ്. ലാസ്റ്റ് പോയിന്റ് സർ, ദേ ഷുഡ് അക്സെപ്റ്റ് ആസ് സച്ച്. അദ്ദേഹത്തെ നമുക്ക് മാറ്റാൻ പറ്റില്ല, എനിക്കേ മാറാൻ പറ്റുള്ളൂ. തിരിച്ച് അയാളും വിചാരിക്കണം അവളെ മാറ്റാൻ പറ്റില്ല, എനിക്കേ മാറ്റാൻ പറ്റുള്ളൂ. അത് അവരുടെ ഉള്ളിലേക്ക് കയറ്റി വിടാൻ നമ്മുടെ കൗൺസിലർക്കോ അല്ലെങ്കിൽ മധ്യസ്ഥനായി നിൽക്കുന്ന ഒരു നല്ല മനുഷ്യനോ സാധിക്കുമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. സർ, ലാസ്റ്റ് പോയിന്റ്, ഈ തലമുറകളുടെ വിടവെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ഇപ്പൊ ഞാൻ നിൽക്കുന്നത് 4ാമത്തെ തലമുറയിലാണ്. എൻ്റെ വീട്ടിൽ 4 കുഞ്ഞുമക്കളുണ്ട്. ആദ്യകാലത്തൊക്കെ ഞാൻ ആ ഇടയ്ക്കുള്ളവരൊക്കെ ശകാരിക്കുക, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഗസ്റ്റ് വന്നപ്പോൾ നീ എന്താ ചെയ്തത്, നീ തിന്ന മിഠായിയുടെ കടലാസ് അയാളുടെ ഇതിലേക്കാണോ കൊണ്ടുപോയിട്ടത്? പക്ഷേ ഞാനത് പറഞ്ഞിട്ട് ഇഷ്ടപ്പെടാത്ത എൻ്റെ ബാക്കി പത്രങ്ങളുണ്ട്. ഭാര്യ ചോദിക്കുക, നിങ്ങൾ എന്തിനാ അതൊക്കെ പറയാൻ പോയത്, അവരുടെ അമ്മയല്ലേ. പിന്നീട് എനിക്ക് മനസ്സിലായി, ശരിയാണ്, ഈ തലമുറ പറയുന്നത് അവർ കേൾക്കണം എന്നില്ല. അത് വലിയൊരു വിടവാണത്. അപ്പൊ കുടുംബം എന്ന കൺസെപ്റ്റ് പഴയ തലമുറയ്ക്കും ഇപ്പോഴത്തെ തലമുറയ്ക്കും വ്യത്യസ്തമാണ്. അവിടെ ഒരു പ്യൂരിറ്റി, അതാണ് പഴയ തലമുറയുടെ കൺസെപ്റ്റ്. ഇവിടെ അങ്ങനെയൊന്നുമില്ല. വൈകുന്നേരം എത്തിയില്ലെങ്കിൽ എത്തിയില്ല. അവിടെ കോൺഫ്ലിക്റ്റ് വരും. സാറ് നേരത്തെ ഒരു കാര്യം പറഞ്ഞു, പാരനോയിയ, സംശയരോഗം വന്നുപെട്ട തകർന്നു. അതിന് ഇയാൾക്കൊന്നും ചെയ്യാൻ ഒക്കില്ല. പിന്നെ വിടേണ്ടത് മനഃശാസ്ത്രജ്ഞന്റെ അടുത്തേക്കും മാസങ്ങളോളം വർഷങ്ങളോളം ഗുളിക ഗുളികയിൽ ജീവിക്കേണ്ട ആളുകളായി മാറുകയാണ്. ഓക്കെ സർ, എൻ്റെ ക്ലിനിക്ക് അനുഭവങ്ങളാണ് ഞാൻ സാറിന്റെ മുമ്പിൽ അവതരിപ്പിച്ചത്. സാറ് പറയാൻ ഉദ്ദേശിച്ച കാര്യം വളരെ വ്യക്തമാണ്. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. ശരിയാണ് സാർ, ലൗലാന സാർ പറഞ്ഞ എല്ലാം പോയിന്റുകളാണ്. ആദ്യത്തെ കാര്യത്തിലാണ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകണം എന്ന് സാറ് പറഞ്ഞെങ്കിൽ കൂടിയിട്ട് അതൊരു എളുപ്പമുള്ള കാര്യമല്ലാത്തതാണ് എനിക്ക് പറയാനുള്ളത്. അത് അങ്ങനെ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഉപദേശത്തിന്റെ രീതിയിലേക്ക് പോകും. അപ്പോ നമ്മളങ്ങനെ പറയുമ്പോൾ അതൊരു ഉപദേശത്തിന്റെ രീതി. പക്ഷെ അത് മീഡിയേഷനിൽ നമുക്ക് ഉപദേശങ്ങളില്ല, ഉപദേശം കൊണ്ട് നേരെയൊക്കെ നമുക്ക് പറ്റില്ല. അപ്പൊ അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതായത് എന്തുകൊണ്ട് എന്നുള്ളതിലേക്ക് സാറ് പറഞ്ഞത് 100 എന്നല്ല 250% ശരി തന്നെ. അണ്ടർസ്റ്റാൻഡിങ്. സാർ ഒരു കാര്യം ചോദിക്കട്ടെ, അതായത് സാറ് പറഞ്ഞത് കറക്റ്റ്, ഉലഹന്നാൻ സാറ് പറഞ്ഞത്, അതായത് നമ്മളെ ലെസ്ബിയൻസിനെ ഹോമോസെക്ഷലിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് സൈക്കോളജിസ്റ്റുകൾ നിസ്സഹായരാണ്. അവരെ നന്നാക്കാൻ നമുക്ക് പറ്റൂല. അവരെ ഇറ്റ് ഈസ് ഇൻബോൺ നേച്ചർ. അതിനെ നമ്മൾ പാച്ചപ്പ് ചെയ്യുന്നത് തെറ്റാ. ശരിക്കും അവരെ ശരിക്കും വേർപെടുത്തിയിട്ട് അവരെ സ്വതന്ത്രമായി ജീവിക്കാൻ അനുവദിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അവരെ യോജിപ്പിക്കുന്ന ഒരു കാര്യമില്ല. മാം, ഒരു മിനിറ്റ്. ആ കുട്ടി ഇന്ന് അവരുടെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു കുടുംബസ്ഥയാണ്, 2 മക്കളുണ്ട്, ഭർത്താവുണ്ട്. അവര് ഇതിൽ നിന്ന് വിട്ടുപോകാൻ സാഹചര്യം എന്താ എന്ന് അറിഞ്ഞുകൂടാ. അന്വേഷണത്തിൽ നിന്ന് മനസ്സിലായത് വിവാഹത്തിന് 2 വർഷം മുമ്പ് ആ ലൈഫ് അവർ ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷെ വിവാഹത്തിന് ശേഷമുള്ള 6 വർഷങ്ങൾ ഈ ലൈഫാണ് ഇഷ്ടപ്പെട്ടത്. ഇപ്പൊ ബൈ ചാൻസ് ഒരു പക്ഷെ മറ്റേ കുട്ടിയായിട്ടുള്ളൊരു കണക്ഷൻ വന്നപ്പോഴായിരിക്കാം അങ്ങോട്ട് പോയത്. നമ്മുടെ ഒരു ട്രയൽ റാഡ് മാത്രമേ ഉള്ളൂ ഇത്. അവർക്ക് മുമ്പിൽ നമ്മൾ ചോദിച്ച 3 ചോദ്യങ്ങള്, ഈ നിൽക്കുന്ന മനുഷ്യൻ നിങ്ങളുടെ ഭർത്താവാണ്, ഇത്രയും കാലം നിങ്ങൾ ഒന്നിച്ച് ജീവിച്ചവരാണ്, അതിൽ 2 കുട്ടികളുമുണ്ട്. ഈ കുട്ടികളെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ല എന്ന ഉത്തരം കിട്ടിയത് കൊണ്ടാണ് അവര് പതുക്കെ 1 മാസം എടുത്തു അവരോട് സംസാരിച്ച് അവരുടെ ഹസ്ബൻഡിനോട് കൂടുതൽ കെയർ കൊടുക്കാൻ പറഞ്ഞ് അവര് ഒരു നിലയിൽ വന്ന് നിൽക്കുകയാണ്. ബാക്കി മാം പറഞ്ഞത് ശരിയായിരിക്കും, ഞാൻ അതിൽ ഒരു എതിർപ്പും പറയുന്നില്ല. സാറ് സാറിനെ എതിർത്തല്ല ഞാൻ പറഞ്ഞത്. എന്താണെങ്കിൽ ഇപ്പൊ ന്യൂലി മാരീഡ് കപ്പിൾ ആണെങ്കിൽ
നമ്മളടുത്ത് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ വേർപെടുത്താൻ. കാരണം എന്താ പറയാ, എന്റെ ഒരു ഫ്രണ്ട്, എന്റെ കൂടെ ഉള്ള ഒരു പെണ്ണുങ്ങള് അന്ന് അവര് എത്ര ഇപ്പൊ നല്ല പ്രായമായി, എന്നെക്കാളൊക്കെ എത്രയോ മൂത്തത്, ഇപ്പൊ ഒരു 70 years ഒക്കെ. അവരെ കല്യാണം കഴിഞ്ഞിട്ട് അവർ ആകെ 3 പ്രാവശ്യം ഇങ്ങനെ സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുള്ളൂ. അതിലൊരു കുട്ടിയായിട്ടുണ്ട്. അവരിപ്പോഴും അവർക്ക് ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള ധൈര്യം ഇല്ലാത്തതുകൊണ്ട് ഇപ്പോഴും അയാളെ തണൽ, അയാൾ ഇപ്പോഴും ഇതാണ്, ഹോമോസെക്ഷലാ. അയാൾക്ക് ഇപ്പോഴും അയാൾ ഇവിടെ 75 years അയാൾ അന്വേഷിച്ചുകൊണ്ട് നടക്കാണ്. ഈ സ്ത്രീനെ യാതൊരു സ്നേഹമല്ല, അവിടെ അടുക്കള പണിക്കാർക്ക് വഴി. ഞങ്ങളൊക്കെ അവരെ എത്രയോ ഉപദേശിച്ചു, നിങ്ങൾ വിട്ട്. അവർക്ക് പക്ഷെ ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള ഗട്സ് ഇല്ല. അവരെ ഫാമിലി ഭയങ്കര സങ്കടമായി. ശരിക്കും അന്ന് അവര് വിട്ടുപോകേണ്ടതായിരുന്നു. കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ അവർ ഇതൊക്കെ അനുഭവിച്ച് നനങ്ങാണ്ട് സഹിച്ചിരുന്നു. അങ്ങനെ എത്രയോ പെണ്ണുങ്ങൾ ഉണ്ട് ലോകത്ത്. അങ്ങനത്തെ ആൾക്കാരെ, അതാ ഞാൻ പറയുന്നത്, അങ്ങനത്തെ ആൾക്കാരെ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ശരിക്കും അവരെ ഡിവോഴ്സ് ആക്കി രക്ഷപ്പെടുത്തുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ ആദ്യമേ പറഞ്ഞു ഒരു മിനിറ്റ് മാഡം, ഇവര് വില്ലിങ്ങാണ്, നമുക്ക് ഹോമോസെക്ഷാലിറ്റിയും ലെസ്ബിയനും മാറ്റാം. അതായത് ഈ ഹോമോസെക്ഷാലിറ്റിയും ലെസ്ബിയനും ഉള്ള ആൾക്കാർ വില്ലിങ് ആണെങ്കിൽ നമുക്ക് അവരെ കറക്റ്റ് ചെയ്യാൻ പറ്റും. അവർ വില്ലിങ് ആവും. അല്ല, വില്ലിങ് ആവുന്നല്ല, ഇറ്റ്സ് അവരെ നേച്ചറാണ്. ഒരാളെ ഇൻബോൺ നേച്ചറിനാ മാറ്റിയിട്ട് വന്നാൽ, സാറ് പറഞ്ഞില്ലോ, ലാലാൻ സാർ പറഞ്ഞു, പിന്നെ അങ്ങോട്ട് തന്നെ പോകും. അവരെ ഇൻട്രസ്റ്റ് അതാണ്. നമ്മളൊരാളെ ഇൻബോൺ ഇൻട്രസ്റ്റ് മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടൈസം വർക്കാണ്. അതിലൊരു മെയ്ഡാണ്, ഒരിക്കലും ഇൻബോൺ അല്ല. അതല്ലേ എനിക്ക് അതില്ല ശരിയാവുന്ന കേസുകൾ മാറ്റിയിട്ടുണ്ട്. അല്ല അത് ചെറിയ കുഴപ്പമായിരിക്കും. അല്ല, ചെറിയ കുഴപ്പമായിരിക്കും. വലിയ കുഴപ്പമുള്ള ആൾക്കാരാണെങ്കിൽ ശരിക്കും ഇൻബോൺ അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ അവരെ മാറ്റാൻ പറ്റൂല. ശരിക്കും അത് നമ്മളെ ജീനോളജിക്കൽ വന്ന ഫോൾട്ടല്ലേ. അപ്പൊ അത് ശരിക്കത് എനിക്ക് തോന്നുന്നില്ല. സാർ നമ്പൂരി സാർ, ആണ് ഒരു കാര്യം. പിന്നൊന്ന് ബിഹേവിയറൽ അവര് അക്വയർ ചെയ്യുന്ന ചില സ്വഭാവ രീതികളെ കൊണ്ട് 2 തരത്തിലും ആകാമെങ്കിൽ തന്നെ ഒരിക്കൽ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ തിരിച്ചു മാറ്റുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സുസാധ്യമല്ലെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് സാർ. അവര് തയ്യാറാണെങ്കിൽ, അവര് തയ്യാറാകുക എന്നൊക്കെ പറഞ്ഞ് നമുക്കറിയാം. അതെന്താ പറയാ, തയ്യാറാണെങ്കിൽ പറഞ്ഞാൽ അയാൾ വളർത്തലിന്റെ രീതിയിലൂടെ വന്ന കുഴപ്പങ്ങളായിരിക്കും, അല്ലെങ്കിൽ അനുഭവം. അല്ലാണ്ട് ഇൻബോൺ അങ്ങനെ ഒരു കുഴപ്പമുണ്ടെങ്കിൽ അത് മാറ്റാൻ പറ്റൂല എന്നാ ഞാൻ പഠിച്ചത്. വളർത്തലിന്റെ രീതിയിൽ വന്നത് തന്നെ മാറ്റാൻ വളരെയധികം വിഷമമുള്ള കാര്യമാണെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ഹോമോസെക്ഷൽ മാരേജ് പല രാജ്യങ്ങളിലും ശരിയാക്കിയത്. പഠനത്തേക്കാൾ അനുഭവങ്ങളെ കുറിച്ചാണ് ഉണ്ട്. ഒരുപക്ഷെ ജയനന്ദ സാർ അതായിരിക്കും ഉദ്ദേശിച്ചത്. ഓക്കെ, കുഴപ്പമില്ല. റോഹിത് സാർ, ഒരു മിനിറ്റ് സാർ. ഇപ്പൊ സാർ പറഞ്ഞ നമ്മളിവിടെ അണ്ടർസ്റ്റാൻഡിങ് തന്നെയാണ് വേണ്ടത്. പക്ഷെ നമ്മള് മാരേജ് വിടുമ്പോ അവിടെ പറഞ്ഞു കൊടുക്കണം 3 C's ഉണ്ട്. ഒന്ന് കമ്മ്യൂണിക്കേഷൻ, ഒന്ന് കോപ്പറേഷൻ, ഒന്ന് കോംപ്രമൈസ്. ഇതെല്ലാം കൂടി ഒറ്റ വാക്കിൽ അവർ പറയുന്ന സാധനമാണ് അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ളത്. അവിടെ അഡ്ജസ്റ്റ്മെന്റ് അല്ല വേണ്ടത്, അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഇവിടെ കമ്മ്യൂണിക്കേഷന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഈ 2 പേർക്കും പറയാൻ അവസരം കൊടുക്കണം, 2 പേർക്കും കേൾക്കാൻ അവസരം കൊടുക്കണം. ആ 2 പേരും മാത്രം കേൾക്കേണ്ട, അവിടെ മൂന്നാമത്തെ ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് കറക്റ്റ് കൊണ്ടുവരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം മാറും. അപ്പൊ അവിടെ എന്താ വെച്ചാൽ ആവശ്യമില്ലാത്ത ഞാനായി വീട്ടിലെ ലീഡർ എന്ന് തോന്നൽ വരും. അങ്ങനെ വീട്ടിൽ ലീഡർ ഇല്ല. കാരണം വീട് എന്ന് പറഞ്ഞാൽ മന്ത്രി സഭയല്ല. ആ വീട്ടിലെ എല്ലാവരും കൂടിയാൽ മാത്രമാണ് അതാ വരുന്നത്. അപ്പൊ എല്ലാവർക്കും ഒരേ സ്ഥാനം ഉണ്ട് എന്ന് നമുക്ക് കണക്കാക്കാൻ പറ്റുക. അത് നല്ലൊരു ഫാമിലി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഈ കോൺഫ്ലിക്റ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ അവരാദ്യം കുറെ കാലം മിണ്ടാതിരിക്കാൻ തുടങ്ങും. മിണ്ടാതിരിക്കുമ്പോ 2 വ്യക്തികൾ ഒരു വീട്ടിൽ ജീവിക്കുന്നു, പക്ഷെ അവരുടെ നടുക്കിൽ ഒരു സ്റ്റോൺ വാളിംഗ് ഉള്ള രീതിയിൽ വരും. അങ്ങനെ വന്നോണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഒരു ഫ്ലഡിങ് ഉണ്ടാവും. ഫ്ലഡിങ് വന്നിട്ടുണ്ടെങ്കിൽ ഒരാള് പെട്ടിയും കടക്കൊക്കെ എടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അവരുടെ വീട്ടിലെത്തി കഴിഞ്ഞാൽ അവരുടെ ബന്ധുക്കളും മറ്റുള്ളവരുടെ കുറെ ഉപദേശം ഉണ്ടാവും. വലിയ പ്രായമൊന്നും ആയിട്ടില്ല. നമുക്കിപ്പോ ഇപ്പോഴത്തെ കണ്ടീഷൻ സെക്കൻഡ് മാരേജ് പറഞ്ഞാൽ അല്ലെങ്കിൽ ഡൈവേഴ്സ് കൊടുക്കുക പറഞ്ഞാൽ വലിയ മോശം എന്നുള്ള കേസൊന്നുമല്ല. അങ്ങനെ പറഞ്ഞ് അവരോടൊരു സൈക്കോളജിക്കൽ ഡൈവേഴ്സിലേക്ക് എത്തിക്കും. ആ സൈക്കോളജിക്കൽ ഡൈവേഴ്സ് എത്തി കഴിഞ്ഞിട്ടാണ്
നേരത് ലീഗൽ ഡൈവേഴ്സിലേക്ക് എത്തണം. അപ്പൊ ഇത്രയും പ്രോസസ്സിൽ നടക്കുന്നുണ്ട്. പിന്നെ സാറ് പറഞ്ഞ മറ്റേ ഇത് പറഞ്ഞത് ഇപ്പോ മാരേജ് കഴിഞ്ഞാൽ ചില വ്യക്തികൾ ഇപ്പോ കുട്ടികൾ അത് ചില ആൾക്കാർ കൂടുതൽ വർക്കഹോളിക് എന്ന രീതിയിൽ വരികയാണ്. അപ്പൊ ആ വർക്കഹോളിക് വരുമ്പോ അവർക്ക് ഇതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ പറ്റില്ല എന്ന രീതിയിലാണ് അവർ വരുന്നത്. രണ്ടാമത് ചിലപ്പോ ചൈൽഡ്ഹുഡ് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഗാമോഫോബിയ മൂലമുള്ള എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അവിടെയും ഈ സംഭവങ്ങൾ വരാം. പിന്നെ ഈ കോൺഫ്ലിക്റ്റ് അമ്മായിയമ്മ പറഞ്ഞു, ഈ അമ്മായിയമ്മയില് അമ്മായി ഒഴിവാക്കി അമ്മയാക്കി കണക്കാക്കിയ മരുമകളിലും മരുമായിട്ടും മകളായിട്ട് പറ്റും. അപ്പൊ അവിടെ കമ്മ്യൂണിക്കേഷൻ കൂട്ടാൻ പറ്റും. ഈ എല്ലാ രീതിയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഈ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് എത്താൻ സാധിക്കും. സാർ വളരെ വിശദമായിട്ട് പ്രതികരിച്ചു. സാർ എന്റെ അടുത്ത ക്ലാസ് കൂടി കേൾക്കണേ. കേൾക്കാം. കുറച്ചും കൂടി വ്യക്തമായി. ഒരു മിനിറ്റ് സാർ, ആദ്യ സമയത്ത് ഒരു വാക്ക് മാത്രമേ പറയുന്നുള്ളൂ. എന്റെ വ്യക്തിപരമായ അഭിപ്രായം, ഈ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്ന വാക്ക് ആളുകളെ തർപ്പിച്ച്, അതായത് അസർട്ടും ചെയ്യാതെ അക്കോമഡേഷൻ എന്ന് പറഞ്ഞ വാക്കൂടെ താമസിക്കുന്ന അർത്ഥമല്ല ഉദ്ദേശിക്കുന്നത്. ടു അക്കോമഡേറ്റ് എ പേഴ്സൺ, ഇത് നമ്മൾ പഠിപ്പിച്ചാല് പകുതി പ്രശ്നം പറയാം. അഡ്ജസ്റ്റ്മെന്റ് ഈസ് എൻറ്റയർലി ഡിഫറെന്റ് ഫ്രം അക്കോമഡേഷൻ. അത്ര എനിക്ക് പറയാനുള്ളൂ. അതിന് കൂടുതൽ ചിന്തിക്കാനായിട്ട് പിന്നെ നമുക്ക് സംസാരിക്കാം. അടുത്ത ക്ലാസ്സിൽ വരണം സാർ കേട്ടോ. അടുത്ത ക്ലാസ് ഞാൻ അഡ്ജസ്റ്റ്മെന്റുകളെ കുറിച്ച് കൂടുതൽ സംസാരിക്കാം. അടുത്ത ക്ലാസ് സ്ഥലത്തുണ്ടാവില്ല സാറേ. ഞാൻ നോക്കാം. അല്ല ഡേറ്റ് മൺഡേ ആണെങ്കിൽ നോക്കാം. എനിക്ക് ഞാനിത് കേട്ടുകൊണ്ടിരിക്കുമായിരുന്നു. വൈവാഹിക പ്രശ്നങ്ങളിലുള്ള വിജയൻ സാറിന്റെ പ്രസന്റേഷനും നമ്മുടെ എക്സ്പീരിയൻസിൽ വന്ന കാര്യങ്ങളും ഒക്കെയാണ് അതിലൂടെ പോയി. പിന്നെ അത് കഴിഞ്ഞ് അമർജ്യോതി സാറിന്റെ ഇതും ഇലാന സാറിന്റെ ഇതും, ഇതെല്ലാം വ്യത്യസ്തതയുണ്ടല്ലോ. രണ്ടുപേരുടെയും വ്യത്യസ്തത അംഗീകരിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് എന്തുമാത്രം നീണ്ടുപോകുന്നുവോ, അതായത് അതൊരു പ്രശ്നങ്ങളിലേക്ക് വരും. അത് എന്തുമാത്രം നീണ്ടുപോകുന്നുവോ അതുപോലെ ഇരിക്കും അതിന്റെ സെറ്റിൽമെന്റിന്റെ കാര്യം. എൻ്റെ ഒരു അനുഭവത്തിൽ കണ്ടേക്കണം. അപ്പൊ ഞാൻ ആദ്യം തന്നെ ചോദിക്കാറുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായി നിങ്ങൾക്ക് ഭർത്താവിനെ അല്ലെങ്കിൽ ഭാര്യയെ ഇഷ്ടപ്പെടാതെ വന്ന സാഹചര്യം എന്താണ് എന്ന് ഞാൻ അന്വേഷിക്കാറുണ്ട് ആദ്യം. അപ്പോ അത് വിവാഹത്തിന്റെ ആദ്യത്തെ വർഷവും അഥവാ ഹണിമൂണിന്റെ ഇടയ്ക്കൊക്കെ ആണെങ്കിൽ തന്നെ നോക്കണ്ട, അത് പരിഹരിക്കാൻ പാടാ. കാരണം അത് വഷളായി പോയി. കാരണം ഒരു പ്രശ്നം മൂത്ത് എല്ലാതാവുമ്പോഴാണ് കൗൺസിലറുടെ അടുക്കേട്ട് വന്നത്. രണ്ട്, സ്വന്തം മാതാപിതാക്കള് ദുരഭിമാനം അവിടെ. എൻ്റെ മകളും അല്ലെങ്കിൽ എൻ്റെ മകൻ മിടുക്കത്തിയ, കുഴപ്പം മുഴുവൻ അങ്ങേർക്കാണ്. ഏത് മരുമകനാണ് എന്ന് ഭാര്യയുടെ പെണ്ണിന്റെ വീട്ടുകാരും പറയും. അത് വേറൊരു കേസ്. അപ്പൊ അതുകൊണ്ട് അവളെ സമാധാനിപ്പിക്കുകയും കൂടുതൽ ഇത് കുറഞ്ഞു കൊടുക്കുകയാണ് അവരവരുടെ മാതാപിതാക്കൾ ചെയ്യുന്നത്. അതും ഭക്ഷണം. പിന്നെ കൗൺസിലറെ അല്ല, ഒന്നുകിൽ പള്ളിയിലെ അച്ഛൻ, അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ്, അല്ലെങ്കിൽ സ്ഥലത്തെ പ്രമുഖന്റെ അടുക്കെയാണ് ഇവർ രണ്ടുപേരും പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോ എൻ്റെ വ്യക്തിപരമായ പ്രശ്നങ്ങളും കുറവുകളും എല്ലാം എൻ്റെ ഭാര്യ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് ആ മാന്യനായ വ്യക്തിയോട് പറഞ്ഞിരിക്കുന്നു. കൂടുതൽ വഷളാക്കുക. പിന്നെ കൂടുതൽ വഷളായിട്ടാണ് വരുന്നത്. അവർ വരുന്ന ആദ്യം ഇതാ, സ്ഥലത്തെ കരയോ പ്രസിഡന്റായിരിക്കും ചില മധ്യസ്ഥരും തന്നെ. എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളെ എൻ്റെ ഭാര്യ പറഞ്ഞിരിക്കുക അദ്ദേഹത്തോട്, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് ഭാര്യയുടെ കുറ്റങ്ങൾ മറ്റേ പറഞ്ഞിരിക്കുക. കൂടുതൽ വൈകാരിക പ്രശ്നങ്ങളെ ആവുകയുള്ളൂ. ഓക്കെ. അപ്പോ ഈ വക പ്രശ്നങ്ങളെല്ലാം സാധാരണ കാണാറുള്ള വിഷയങ്ങളാണ്. അപ്പോ ഇപ്പോൾ നിങ്ങൾ അവസാനമായി തെറ്റിപ്പിരിയാനുണ്ടായ സംഭവം ആണ് പിന്നെ അടുത്ത കേസ്. അത് ശരിക്കൊന്ന് അനലൈസ് ചെയ്യുമ്പോൾ കുറെ കാര്യങ്ങൾ. അപ്പൊ എന്താണ്, അവർക്ക് എന്തു പറ്റി എന്ന വിവരം അവരെ മനസ്സിലാക്കി കൊടുത്താൽ ഒരുവിധം ഉള്ളതൊക്കെ പരിഹരിക്കും. പിന്നെ ഇത് പരിഹരിക്കേണ്ടത് വേറെയല്ല, അവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന മാതാപിതാക്കളെ പരിഹരിക്കേണ്ടത്. ഇതെല്ലാം പറഞ്ഞ് പ്രശ്നങ്ങൾ പരിഹരിച്ച് വിട്ട ആൾക്കാരുടെ അടുക്കെ അപ്പൊ എങ്ങനെയാ, എന്നാ നിങ്ങൾ ഒന്നിച്ച് തീരുമാനിക്കുക? രണ്ടായിട്ട് വന്ന് ഒന്നിച്ച് പോകാനൊക്കെ തയ്യാറായി വന്നയാൾ. അപ്പൊ എന്നാ നിങ്ങൾ പോകാൻ തീരുമാനിച്ചേക്കണേ? അത് വീട്ടിൽ ചെന്ന്, ഞാൻ പറഞ്ഞു വീട്ടിൽ ചെന്ന് വീട്ടിലേക്ക് ആലോചിക്കരുത്. നിങ്ങളുടെ കുടുംബ പ്രശ്നമാണ്. ഈ അഭിമാന പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത്. കേട്ടോ,
വീട്ടിൽ പോയി 2 ദിവസം പിറ്റേ ദിവസം വിളിച്ചു പറഞ്ഞിരിക്കുക, നിങ്ങളോട് ആരാ അവരെ ലോഹിയാക്കി വിടാൻ പറഞ്ഞു. എന്തുമാത്രം വഷള അവൻ കാണിച്ചെന്നറിയാവുന്ന ഭാര്യയുടെ വീട്ടുകാർ വിളിച്ചു പറയുക. ഒക്കോ? അപ്പൊ അവരുടെ കയ്യിൽ നിന്ന് ആ പ്രശ്നം വിട്ടുപോയി. 2 പിള്ളേരുണ്ട് തുറന്നോളണം. അപ്പൊ ഇവരെല്ലാം അംഗീകരിച്ച് ഒന്നാവാൻ പോയപ്പോ ഇങ്ങനെയാ. അപ്പൊ എല്ലാത്തിനും പ്രശ്നം എന്താ? അഭിമാനം, ദുരഭിമാനം. എന്റെ മോള് പോയപ്പെട്ട് അല്ലെ എന്റെ മകൻ, ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. 1. 2, ഇപ്പൊ ഇവിടെ പറഞ്ഞ വേറെ കുറെ സെക്ഷൽ മാറ്റേഴ്സിന്റെ കാര്യം. അത് തുറന്ന് സംസാരിക്കാൻ ഭാര്യാഭർത്താക്കന്മാർ തയ്യാറായാൽ ഒരു 90% പരിഹരിക്കാം. പിന്നെ സെക്സ്വൽ സാറ്റിസ്ഫൈഡ് അല്ല ഈ ഒരു കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കി കൊടുക്കാനും അത് പരിഹരിക്കാനും രണ്ടുപേർക്കും തയ്യാറാവും. അപ്പൊ അവർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു സന്തോഷം ഉണ്ടാക്കി കൊടുക്കാൻ പരസ്പരം തുറന്നു പറഞ്ഞാൽ പറ്റും. എൻ്റെ അനുഭവത്തിൽ അത് പറ്റിയിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഞാനത് പറയാൻ കാരണം. അപ്പൊ അത് തുറന്ന് സംസാരിക്കില്ല. അപ്പൊ വർഷങ്ങളായിട്ട് ഒന്നിച്ച് താമസിച്ച് പിള്ളേരുള്ള ആൾക്കാരുടെ സെക്സ്വൽ പ്രശ്നമോ അല്ലെങ്കിൽ എക്സ്ട്രാ മെറിറ്റൽ ഇതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇതിന്റെ കാരണം എന്നതാണെന്ന് പറയുമ്പോൾ ഇന്നലെ കണ്ട ഒരു കൗൺസിലറോടാ പറയാൻ വന്നിരിക്കുന്നത്. അപ്പൊ എന്തു അർത്ഥം? അവരവിടെ ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നില്ല എന്നുള്ളതായിരുന്നു. ഇതൊക്കെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. പിന്നെ ഇത് ഓരോ പ്രശ്നങ്ങളുമായിട്ട് വരുമ്പോഴാണ് നമ്മുടെ അനുഭവം കൂടുതൽ, കൗൺസിലിംഗ് എക്സ്പീരിയൻസ് കൂടുതലായി വരുന്നത്. അല്ലാണ്ട് ഈ തത്വങ്ങളും മറ്റതൊന്നും വായിച്ചു വെച്ച് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓരോരുത്തരുടെ അനുഭവങ്ങളും അത് എങ്ങനെ പരിഹരിച്ചു എന്നുള്ളത് പക്ഷേ ഞാൻ ഉദാഹരണത്തിന് ഒരു ചെറിയ സംഭവം ഞാൻ ഇതിനു മുമ്പ് സൂചിപ്പിച്ചെന്ന് തോന്നുന്നു. ഇച്ചിരി ദൂരെ നിന്ന് വന്ന പാർട്ടികളാണ്. അപ്പൊ അവരുടെ പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് മക്കൾ കൊണ്ട് ദാമ്പത്യമൊക്കെ നന്നായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന അവര് ഒരു ഈ നമ്മുടെ ഇതുപോലെ ഒരു ഇതുണ്ടല്ലോ, ഈ നമ്മുടെ അക്ഷയ ഇത് തീരുമാനിക്കണുണ്ടല്ലോ, മറ്റേ സർക്കാർ രേഖകൾ പഞ്ചായത്തിൽ നിന്ന് എടുക്കുകയൊക്കെ ചെയ്യുന്ന അക്ഷയ സെന്റർ ഇല്ലേ? അതുപോലെ ഇത് നടത്തിക്കൊണ്ടിരിക്കുക രണ്ടുപേരും കൂടി. അപ്പൊ ആ കൂട്ടത്തിൽ അല്പം സ്റ്റേഷനറി ഉണ്ട് അവിടെ. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ അയലോക്കത്ത് ഒരു ചെറുപ്പക്കാരി ഒരു പുതിയ 2 വീലർ വാങ്ങിച്ചു. അപ്പൊ ഈ അയലോക്കംകാരൻ ഇയാള് 2 വീലർ ഉപയോഗിക്കുന്നതുകൊണ്ട് അല്പം ട്രെയിനിങ് കൊടുത്തു. അപ്പൊ ട്രെയിനിങ് കൊടുത്തപ്പോൾ മുതൽ ഭാര്യയിൽ ഒരു സംശയം വരാൻ തുടങ്ങി. അതൊക്കെ വന്നുകൊണ്ടിരുന്നത് ആരും പരസ്പരം ഷെയർ ചെയ്തിട്ടില്ല. പക്ഷെ ഒരു ദിവസം ഒരു കടയിൽ വന്നപ്പോൾ അവരുടെ ചേഷ്ടകളും ഒക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പൊ ഉള്ളിലുണ്ടാകുന്ന ഭാര്യയ്ക്ക് ഒരു സംശയം എന്തെങ്കിലുമായിട്ട്. അവര് പ്രശ്നമായി. അതിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുമായി. അദ്ദേഹമായിട്ടുള്ള വിഷയമാണ് മറ്റേത്. അത് സ്വന്തം വീട് വിട്ട് പുറത്തേക്കുമായി സംഗതി. പക്ഷേ അവരുടെ ഭർത്താവിന് ഒരു കുഴപ്പമില്ല. പക്ഷെ ഇവരുടെ ഭാര്യയ്ക്കായിരുന്നു വിഷയം. പക്ഷേ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു വിധത്തിലും ഒരുമിച്ച് താമസിക്കാൻ പറ്റില്ല, അങ്ങനെ ആയിപ്പോയി എന്നുള്ള രീതിയിൽ അകന്നു പോയി. അപ്പൊ ഞാൻ പറഞ്ഞു ഏതായാലും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഇന്നതാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് പോവുകയും ചെയ്തു. അപ്പൊ ഒരു കാര്യം ചെയ്യും, തൽക്കാലം ഇപ്പൊ ഇത് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ പിടിവാശിയിൽ ഇരിക്കുന്നതല്ലേ. അത് കഴിഞ്ഞ് ഞാൻ വിളിച്ചു ചോദിച്ചോ പറയാം, സാറേ ഞങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു. എന്താ സാറിന്റെ മുമ്പിൽ വെച്ച് പറഞ്ഞില്ലേ? അപ്പൊ ഞാൻ ഇതിനിടയ്ക്ക് ഒരു ചോദ്യം ചോദിച്ചായിരുന്നു. ഒരു പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും ഒരു ഓപ്പോസിറ്റ് സെക്സിലുള്ള ഒരാളെ ആളോടുകൂടി കാണുമ്പോൾ ചിലപ്പോൾ മനസ്സിലൊരു ആഗ്രഹം കാണാം. പക്ഷെ ഞാൻ വിവാഹിതനാണ്, ഈ അങ്ങനെ ആഗ്രഹിക്കാൻ പോയാൽ ഒക്കത്തില്ല എന്നുള്ള ഒരു ഭാഗം രണ്ടുപേർക്കും തോന്നിയിട്ടില്ലേ എന്ന് ഈ മനുഷ്യനോട് ചോദിച്ചു. അത് തോന്നിയിട്ടുണ്ട് സാർ എന്ന് പറഞ്ഞു. രണ്ടുപേരോടും ചോദിച്ചു. അപ്പോ സാറിന്റെ അടുക്ക വെച്ച് സമ്മതിച്ചില്ലേ? തോന്നിയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ? എനിക്ക് അത് കേട്ടാലും മതി, ഞങ്ങൾ തമ്മിലൊരു പ്രശ്നമില്ല, ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞതെന്നു വെച്ചാൽ ഇതുപോലെയുള്ള നിസ്സാര കാര്യങ്ങള് പുറത്തുവിട്ട് അത് പറഞ്ഞു ഇതായിട്ടാണ് വഷളാകുന്നത് എന്നൊരു എക്സാമ്പിൾ ഞാൻ പോയിന്റ് ഔട്ട് ചെയ്യുന്നേ ഉള്ളൂ. ഇതൊക്കെയാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് വന്ന കാര്യങ്ങൾ. ഏതായാലും സാറിന്റെ ഈ ഗൈഡ് ലൈൻസ് വരുമ്പോൾ ഞാൻ എൻ്റെ ക്ലയന്റുകളിലും മറ്റിടത്തും വന്ന എക്സാമ്പിൾസ് ഒക്കെ മനസ്സിൽ കാണാൻ പറ്റുന്നുണ്ട് ഇത് പോയിന്റ് ഔട്ട് ചെയ്യുമ്പോഴേ. ഓക്കെ സാർ, താങ്ക് യു. ഇനിയും അടുത്ത സെക്ഷനിലേക്ക് കാര്യങ്ങളാണ് പറഞ്ഞത്. സാറ് പറഞ്ഞ അതാണ് വിജയം, ഒരു ഒത്തുതീർപ്പ്. അവർ രണ്ടുപേരും തമ്മിൽ അവരുടെ കമ്മ്യൂണിക്കേഷൻ കറക്റ്റ് ചെയ്തു, സാറ് ഒത്തുതീർപ്പുണ്ടാക്കി. ആ ഒരു ഒത്തുതീർപ്പ് അതാണ് മീഡിയേഷൻ, അതാണ് കൗൺസിലർ ചെയ്യേണ്ടത്. ഇനി സാറ് പറഞ്ഞ ഏറ്റവും വലിയ പോയിന്റ് എന്ന് പറയുന്നത്, ഏറ്റവും വലിയ പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ്, നേരത്തെ ഈ സാറ് പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. അതായത് മീഡിയേഷന് കൊണ്ടുപോകുന്നത് ഈ അധികാര സ്ഥാനത്തിരിക്കുന്ന അങ്ങനത്തെ ആൾക്കാർ, അവര് എങ്ങനെയായി, ഞാൻ കോൺഫ്ലിക്റ്റുകളെ കുറിച്ച് പറഞ്ഞു, കോൺഫ്ലിക്റ്റുകളാണ് പ്രശ്നം, സംഘർഷങ്ങളാണ് പ്രശ്നം എങ്കിൽ
ഈ സംഘർഷങ്ങളെ ഇവര് തീർക്കുന്നത് ആധിപത്യത്തിലാണ്. ആധിപത്യം ചെലുത്തിയിട്ടാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഒരിക്കലും ആ സംഘർഷം തീരുന്നില്ല. ഇവര് വഷളാക്കും. പരമാവധി വഷളാക്കുകളായാണ് ഈ കരയോഗക്കാര്, അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, ഈ പള്ളിയില്, സോറി, ഞാനിത് ഒരു ഇൻഫ്ലമേറ്ററി സ്റ്റേറ്റ്മെന്റ് ആണ് എന്റെ ഭാഗത്തുനിന്ന്, അതൊക്കെ ചെയ്യുന്നത്. നേരെ മറിച്ച് ഇപ്പൊ കരയോഗത്തിലുള്ള ആൾക്കാർ, പള്ളിയിലുള്ള ആൾക്കാരെല്ലാം കൗൺസിലർ അല്ലെങ്കിൽ ആ മീഡിയേഷൻ സ്കില്ല് ഉണ്ടാക്കി കഴിഞ്ഞാല് അത് എല്ലാതും ചെയ്യാവുന്നേ ഉള്ളൂ. അല്ലാത്ത രീതിയിൽ ചെയ്യുന്നത് ആണ് ഏറ്റവും കാര്യങ്ങളെ വഷളാക്കുന്നത് എന്നുള്ള സാറ് പറഞ്ഞു. അത് സ്റ്റേറ്റ്മെന്റ് ആണ്, അതിനെ പിന്തുണയ്ക്കാം. പിന്നെ സാറ് പറഞ്ഞു, വിലന്ന സാർ പറഞ്ഞു, ഞാൻ എഴുതി മേടിക്കാറില്ല, ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോരുത്തരുടെയും നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കാറുണ്ട്, രണ്ടുപേരെയും. പിന്നെ രണ്ടുപേരും കൂടി ഇരിക്കുന്ന അവസരത്തിൽ നിങ്ങൾ എന്നോടും പറഞ്ഞിട്ടില്ല, അതേ എന്നോടും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇങ്ങനെ ഒരു പ്രശ്നം വന്നാൽ എങ്ങനെ ഡീൽ ചെയ്യും എന്നുള്ളത് പറയുമ്പോൾ അറിയാം അവിടുത്തെ കാര്യങ്ങൾ. അങ്ങനെ കുറെ അന്നേരം അവർക്ക് ഒരു ഇൻസൈറ്റ് കൊടുക്കാൻ പറ്റുന്നതാണ് ഞാൻ പ്രശ്നങ്ങൾ. ഇൻസൈറ്റ് കൊടുത്താൽ അവർ പരിഹരിച്ചോളും. ഓക്കെ. സാബു സാറവിടെ? പറഞ്ഞോളൂ സാർ. ഓക്കെ ഓക്കെ. ഈ പുതിയ ന്യൂ ജനറേഷന്റെ പ്രോബ്ലംസ് എന്താന്ന് ചോദിച്ചാല് അവര് പറയും ഞങ്ങള് കല്യാണം കഴിച്ചാൽ പോലും കുട്ടികളൊന്നും വേണ്ടെന്നറിയും. ഈ കുട്ടികള് കാരണം കുട്ടികളെ പ്രസവിക്കുക, പിന്നെ അതിനെ കൊണ്ട് നടക്കുക, പരിപാലിക്കുക, അപ്പൊ ജോലിക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നൊക്കെ വെച്ച് കുറെ കാലം കുട്ടികളില്ലാതിരിക്കുമ്പോ ഇടയ്ക്ക് എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായാല് ഇവർ തമ്മിൽ ഡൈവേഴ്സ് ഉണ്ടാകാൻ കൂടുതൽ ചാൻസ്. കുട്ടികൾ ഉണ്ടാകുമ്പോൾ ഈ കുട്ടികളെ ഓർത്തിട്ടാണ് അധിക കേസുകളും ഡൈവേഴ്സിലേക്ക് പോകാതിരിക്കുന്നതും അവർ കോംപ്രമൈസ് ആകുന്നതും ജീവിച്ച് മുന്നോട്ട് പോകുന്നതും. ഈ കുട്ടികളില്ലാത്തതുകൊണ്ടാണ് ഈ ഡൈവേഴ്സ് കൂടുതലാകുന്നത്. ഒരു കമ്മിറ്റ്മെന്റ് ഇല്ല, വാല്യൂസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ലാത്തൊരു ജനറേഷനാണ്. അതുകൊണ്ടാണ് ഈ ന്യൂ ജനറേഷനിൽ ഇത്രയും പ്രശ്നങ്ങൾ വരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, താങ്ക് യു. സാറ് പറഞ്ഞത് ശരിയാണ് സാർ. ഞാൻ അതിനെ കുറിച്ച് പറഞ്ഞു. ഈ പുതിയ തലമുറയ്ക്ക് ഉള്ള ഈ കുടുംബ ബന്ധങ്ങളില് വളരെ ഒരു വ്യത്യാസമുണ്ട് പുതിയ തലമുറയും ഈ നമ്മുടെയൊക്കെ തലമുറയും തമ്മില്. അതായത് ഫൈലിയൽ റിലേഷൻഷിപ്പ് എന്ന കൊഞ്ചുഗൽ റിലേഷൻ, അതായത് അച്ഛൻ അമ്മ മക്കൾ എന്നുള്ള ബന്ധത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ ഭാര്യാഭർത്തൃ ബന്ധത്തിന് ആണ് പുതിയ തലമുറകൾ പ്രാധാന്യം കൽപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വയസ്സായ അച്ഛനമ്മമാരെ നോക്കാതിരിക്കുകയും ചെയ്യുന്നത്. ഇതൊരു കാര്യം തന്നെയാണ്, ഇത് തലമുറകളുടെ വിടവാണ്. പക്ഷെ ഇതൊരു യാഥാർത്ഥ്യമാണ്. ഈ സാറ് പറഞ്ഞ വളരെ 100 അല്ല 250% തന്നെ ശരിയാണ്. കുട്ടികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പോ അത് ഈ അവര് ചിന്തിക്കുന്നത് കോൺജുഗൽ റിലേഷൻ, ഭാര്യാഭർത്തൃ ബന്ധത്തിന് തടസ്സമാണ്. കുട്ടികളും കൂടി ഉണ്ടാവുന്നത് പോലും ആ ചിന്താഗതി വരുന്നത് ഫൈലിയൽ റിലേഷൻഷിപ്പ് അവർക്ക് ഇല്ലാത്തതുകൊണ്ട്, അതിന് പ്രാധാന്യം ഇല്ലാത്തതുകൊണ്ടാണ്. ഈ കുടുംബത്തിന്റെ അണുകുടുംബങ്ങൾ, പുതുതായിട്ടുണ്ടാകുന്ന പുതുതലമുറകൾ ഉണ്ടാക്കുന്ന അണുകുടുംബങ്ങളുടെ ഒരു പ്രകടമായ ഒരു വ്യത്യാസമാണ് ഇത്. അതാണ് യാഥാർത്ഥ്യം. അത് ശരിയാണോ തെറ്റാന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രസക്തി, അത് നമുക്ക് പറയാൻ പറ്റില്ല. അതിനെ കുറിച്ച് തെറ്റ് തന്നെയാണല്ലോ നമ്മുടെ തലമുറ, നമ്മൾ വീക്ഷിക്കുന്നത് തെറ്റ് തന്നെ ആയിട്ടാണ്. താങ്ക് യു സർ. വിജയൻ സർ, കുറെ നാളുകൾക്ക് ശേഷം വീണ്ടും കാണാൻ പറ്റി. നല്ലൊരു ക്ലാസ്. ആ ക്ലാസ്സിനെ തുടർന്ന് എത്രയോ വലിയ എക്സ്പീരിയൻസ്, എത്രയോ വലിയ ക്ലാസ്സുകളാണ് അതിന്റെ പുറകെ വന്നത്. നല്ലൊരു ദിവസം, നല്ലൊരു കാര്യം. ഇവിടെ ഞാനധികം ദീർഘിക്കുന്നില്ല, സമയം നോക്കിയപ്പോൾ ഒത്തിരി വൈകിയിരിക്കുന്നു. ഓക്കെ സാറേ, പണ്ടാണെങ്കിൽ അൺകണ്ടീഷണൽ അക്സെപ്റ്റൻസ്, നിരുപാധികമായി നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നെ ഞാൻ ഉൾക്കൊള്ളുന്നു എന്ന് പറയുന്നതായിരിക്കണം തലയണ മന്ത്രം എന്ന് പറഞ്ഞിരുന്ന ഒരു കാലമുണ്ട്. അത് ആ കാലമൊക്കെ പോയി. യങ്സ്റ്റേഴ്സിന്റെ ലെവൽ ഓഫ് തോട്ട്സ് അവിടെ നിന്നൊക്കെ ഒത്തിരി ഡൈവേർട്ട് ചെയ്തു. ഇത് യൂസ് ആൻഡ് ത്രോ, ആ വെസ്റ്റേൺ കൾച്ചർ, അല്ലെങ്കിൽ വേറെ എന്തൊക്കെ അതിനപ്പുറത്തേക്കൊക്കെ ഇപ്പൊ ഈ പറഞ്ഞ ഘടകങ്ങളെല്ലാം ഇതിനകത്തുണ്ട്. നമ്മളാ പറയാത്തതും ഓർക്കാത്തതുമായ കാര്യങ്ങൾ കൂടി ചിലപ്പോൾ കുറച്ചു നേരം കൂടെ കഴിഞ്ഞ് നമുക്കും കിട്ടും.
ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം ചെയ്യാവുന്നത് പ്രീമാരിറ്റൽ കൗൺസിലിംഗ് ഏറ്റവും നല്ല ഭംഗിയായിട്ട് എത്രയും നേരത്തെ സ്കൂൾ ഗോയിങ് സ്റ്റുഡൻസിന് വരെ കൊടുത്തു തുടങ്ങുക എന്നുള്ളതാണ് ആകെ ഒരു പ്രതിവിധി എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ഇടപെടുന്നവരൊക്കെ ഉണ്ടല്ലോ, പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഇടപെടുന്നവരൊക്കെ കുളമാക്കുന്നവരാ. പ്രത്യേകിച്ച് വക്കീലാണെങ്കിൽ ആ ആരോപണം 7 തലമുറ മുതലുള്ളവരുടെ ആരോപണം കുറ്റാരോപണം കേൾക്കും. പിന്നെ ഒരിക്കലും മറ്റേ കുടുംബം ഇങ്ങോട്ടെങ്കിലും തിരിഞ്ഞു നോക്കാൻ കൂടെയില്ല. ആ നാട്ടിൽ കൂടെ യാത്ര ചെയ്യണ്ടെന്ന് പറയും. അത്രമാത്രം വെറുക്കപ്പെടുന്ന വിധത്തിലുള്ള ആരോപണങ്ങളുണ്ട്. ആരെങ്കിലും വക്കീലന്മാരുണ്ടെങ്കിൽ ക്ഷമിക്കണേ, ഇത് പൊതുവേദികളിലൊക്കെ കേട്ടിട്ടുള്ള കാര്യം. അപ്പോൾ ഈ ഇടപെടുന്നവർ അതുപോലെ തന്നെ ചില താൻ പ്രമാണിത്വമുണ്ട്. അത് ഞാൻ ഇടപെട്ടാൽ തീർത്തതെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് കുറെ ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കി നശിപ്പിക്കും. കാരണം അവർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ലല്ലോ, പോകുന്ന ഈ കുടുംബത്തിന്. ഇത് ഒരു വലിയ സാമൂഹ്യ പ്രശ്നം തന്നെയാണ്, ഒരു സംശയമില്ല. കേരളത്തിന്റെ ഡൈവേഴ്സ് ക്യാപിറ്റൽ കൊച്ചി എന്ന് പറയുന്നുണ്ട്. പെർസെൻറ്റേജ് കണക്കിന് ഇന്ത്യയിൽ കേരളത്തേക്കാൾ കൂടുതൽ മഹാരാഷ്ട്രയിലൊക്കെയാണെന്നാണ് തോന്നുന്നത്. പക്ഷെ ഇവിടെയും വളരെ അളവ് കൂടിക്കൊണ്ടിരിക്കുന്നു, എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. പ്രശ്നം തന്നെയാണ്, ഒരു സംശയമില്ല. എന്തായാലും കൂട്ടായി നേരിടാൻ ഇത്തരം ചർച്ചകൾ നല്ലതാണ്. പിന്നെ നേരിടുക, അല്ലെങ്കിൽ ഇത് പ്രശ്നമാണെന്ന് കരുതുന്നത് നമ്മുടെ പ്രശ്നമാകും കൂടി ആയിരിക്കും കേട്ടോ. ഇത് പ്രശ്നമാണെന്ന് ചിന്തിക്കുന്നതും പറയുന്നതും നമ്മുടെ പ്രശ്നം കൊണ്ടും ആകാം. കാരണം നമ്മൾ ആ ലെവലിലാണ് എല്ലാം ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് പ്രശ്നമല്ല, ഇതൊരു ഒരു സോഷ്യൽ ഫാക്ടർ എന്ന നിലയിൽ ചിന്തിക്കുന്ന സമൂഹത്തോട് ഇത് പറഞ്ഞ ഔട്ട്ഡേറ്റഡാ, നിങ്ങളൊക്കെ ചുമ്മാ വെറുതെ ശല്യം വന്നിരിക്കുന്നു എന്നേ അവര് പറയുള്ളൂ. അപ്പൊ അതൊക്കെ വലിയ ഒത്തിരി എന്താ പറയണേ ആസ്പെക്ട്സ് ഇതിന്റെ പിറകിലുണ്ട്. എന്തായാലും സാറ് തുടങ്ങി വെച്ചത് നല്ലതായി. വല്ലപ്പോഴൊക്കെ ഇങ്ങനെയുള്ള വിഷയങ്ങൾ വേണ്ടേ. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. അടുത്ത മൺഡേ വീണ്ടും വിജയരാമൻ സാർ ഫ്രീ ആയിട്ട് ചെയ്യാം. ഇതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെയ്യണമെങ്കിൽ പറയും. ഇത് വളരെ ഇങ്ങനെയുള്ള വിഷയങ്ങൾ തന്നെയാണ് ഏറ്റവും പ്രാധാന്യം അർപ്പിക്കുന്നത്. അതെ അതെ അതെ, ചെയ്യാൻ പറ്റുക എന്നുള്ളത് അതിനേക്കാളും കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ. സോ താങ്ക് യു സാർ. വിജയരാമൻ സാർ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. വീണ്ടും നമുക്ക് നാളെ കാണാം. See you. Good night.